ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് എന്താന്ന് ഓർമ്മയുണ്ടല്ലോ? ഏതാ? കോർഡിനേഷൻ കോമ്പൗണ്ട് അല്ലേ? അത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അത് നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങി ലാസ്റ്റ് കുറച്ച് സമയത്ത് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. എനിക്ക് ടൈം നമുക്ക് കളയണ്ടല്ലെന്ന് എഴുതിയിട്ടാണ് നമ്മൾ പുതിയ ചാപ്റ്റർ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. നമ്മൾ എവിടെ വരെ എടുത്തിട്ടുണ്ടായിരുന്നു? ആൽക്കഹോൾ വരെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഇനിയുള്ള 3 ചാപ്റ്റേഴ്സും കൂടിയാണ് ഈ ചാപ്റ്റർ. അമീൻസ്, ബയോമോളിക്യൂൾസ്, അത്രയാണ് നമുക്കുള്ള പോർഷൻസ് വരുന്നത്. അപ്പോൾ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ പണ്ട് പഠിച്ചേക്കുന്നത് തന്നെയാണ്. അപ്പോ ഇതിൽ മെയിൻ ആയിട്ട് ഇതുണ്ടോ ആൽഡിഹൈഡ്. അതിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡിന്റെ നോമൻക്ലേച്ചർ പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. അതുപോലെ അതിന്റെ പ്രിപ്പറേഷൻ ഉണ്ടാവും. ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടി, കെമിക്കൽ പ്രോപ്പർട്ടി. സെയിം പാറ്റേൺ ആണ് കീറ്റോൺ. അപ്പൊ നമുക്ക് പഠിപ്പിക്കുമ്പോൾ ആൽഡിഹൈഡും കീറ്റോണും ടുഗദർ ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ചാപ്റ്ററിൽ ആൽഡിഹൈഡും കീറ്റോണും ഒരുമിച്ചായിട്ടാണ് അവർ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്താണ് എന്ത്? കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് സെപ്പറേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ ഒരു ഏരിയ കഴിയുമ്പോൾ ആൽഡിഹൈഡ്, കീറ്റോൺ കംപ്ലീറ്റ് ആയിട്ട് കഴിയുമ്പോഴാണ് ആര് വരുന്നത്? കാർബോക്സിലിക് ആസിഡ് വരുന്നത്. ഓൾ ചാപ്റ്റേഴ്സ് ഓർഡറിൽ പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചാപ്റ്റർ ടോട്ടൽ ഓർഡർ വേണം. ഫസ്റ്റ് ഒബ്വിയസ്ലി നമ്മൾ എല്ലാ ചാപ്റ്ററിലും ഓർഗാനിക് തുടങ്ങിയ അതേ പാറ്റേൺ ആണ് എന്ത്? നോമൻക്ലേച്ചർ. അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഹെഡിങ് എന്ത് തന്നെയായിരിക്കും? നോമൻക്ലേച്ചർ. ദെൻ നോമൻക്ലേച്ചർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ വന്ന സമയത്ത് ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, ഈ പറയുന്ന സമയത്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ വന്നേക്കുന്ന ആൾക്കാർ വൈകണ്ട, എഴുതിയെടുക്കുക. നോമൻക്ലേച്ചറിൽ കേട്ടോ ഓർത്തോ, ഇതിന്റെ പേര് എഴുതാൻ സ്പേസ് വിടണം കേട്ടോ. ഓക്കെ, നോമൻക്ലേച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആരെങ്കിലും ഒക്കെ വരാനുണ്ടെങ്കിൽ എത്തട്ടെ എന്ന് എഴുതിയിട്ടാ. ദെൻ നെക്സ്റ്റ് ഈ നോമൻക്ലേച്ചർ കഴിഞ്ഞാൽ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇതിൽ പ്രിപ്പറേഷൻ ആണ്. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ അല്ലേ? നിങ്ങൾക്ക് സ്കൂളിൽ കഴിഞ്ഞാണെന്ന് പറഞ്ഞു. എന്തായിരുന്നു പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ? ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം 4 ഹെഡിങ്സ് ആണ് ഉള്ളത്. 4 ഹെഡിങ്സ്. അതിൽ ഫസ്റ്റ് 4 ഹെഡിങ്സ് അവർ പറയുന്നത് ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ചതാണ്. 11th പഠിച്ചതാണ്. അതുപോലെ 12th ആൽക്കഹോൾ, ഹാലോ ആൽക്കേൻ ഒക്കെ പഠിച്ചില്ലേ? അവിടെ പഠിപ്പിച്ചതാണ്. അതാണ് ഫസ്റ്റ് ഹെഡിങ്. എന്താ? കിട്ടി. ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ അല്ലെ? ആൽക്കഹോളിന് ഓക്സിഡേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൽഡിഹൈഡ് കിട്ടും. അത് എവിടെ പഠിച്ചാണ്? ആൽക്കഹോൾ അല്ലെ? ഇതിനു മുമ്പത്തെ ചാപ്റ്ററിൽ പഠിപ്പിച്ചാണ്. ആൽക്കഹോളിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ പഠിപ്പിച്ചാണ്. ആൽക്കഹോൾ, പ്രൈമറി ആൽക്കഹോൾ അണ്ടർഗോ ഓക്സിഡേഷൻ. ഏതാ ഓക്സിഡൈസിംഗ് റിയേജന്റ്? CrO3 ഓർ PCC. എന്ത് കിട്ടും? ആൽഡിഹൈഡ്. സെക്കൻഡറി ആൽക്കഹോൾ എന്ത് ചെയ്യും? ഓക്സിഡേഷൻ ചെയ്താൽ കീറ്റോൺ കിട്ടും അല്ലെ? ഓക്കെ, അങ്ങനെയാ പറയുന്നത്. ദെൻ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട്. അതെന്തായിരുന്നു? പ്രൈമറി ആൽക്കഹോളിന് കോപ്പർ ആൻഡ് 573 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആൽക്കഹോൾ അല്ലെ? ആൽക്കഹോളിൽ നിന്ന് എന്ത് കിട്ടും? ആൽഡിഹൈഡ് കിട്ടും അല്ലെ? അപ്പൊ ആൽക്കഹോൾ എടുത്ത് അതിനെ 573 കെൽവിൻ ആൻഡ് കോപ്പർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും. പിന്നെ നമ്മൾ പറയുന്ന തേർഡ് ഹെഡിങ് മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ 11th പഠിച്ച ഓസോണോലൈസിസ് റിയാക്ഷൻ ആണ്. ആൽക്കീൻ ട്രീറ്റഡ് വിത്ത് O3 ആൻഡ് Zn സിങ്ക്. അപ്പൊ എന്ത് കിട്ടും? ഒസനൈഡ്. ഒസനൈഡിലേക്ക് H2O അല്ലെ? H2O കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ദെൻ നെക്സ്റ്റ് 11th പഠിപ്പിച്ച വേറെ ഒരെണ്ണമാണ് YNE ആൽക്കൈൻ. HgSO4 പ്രസൻസിൽ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽക്കൈന ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. അപ്പോ ഓർത്തു വെക്കുക. നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. എന്താണ്? ആൽഡിഹൈഡും കീറ്റോണും ഇതിന് മുമ്പത്തെ ചാപ്റ്ററിൽ നിന്ന് ടുഗദർ ആയിട്ട് എത്ര പഠിച്ചു? 4. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ അത് റെഫർ ചെയ്യാൻ എഴുതിയേക്കണേ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, മുഴുവൻ ഇക്വേഷൻസ് എഴുതും. ദെൻ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. ആൽഡിഹൈഡിന്റെ മാത്രമായിട്ടൊരു ഹെഡിങ് ആണ്. അതിന്റെ അകത്ത് മെയിൻ ആയിട്ട് 4 ഹെഡിങ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ഫ്രം അസൈൽ ഹാലൈഡ്. അസൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? COCl ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണ് അല്ലെ? ബെൻസീന്റെ മുകളിൽ COCl. അതിലേക്ക് എന്തായിരുന്നു? PDBaSO4 ആൻഡ് H2 കൊടുത്തു കഴിഞ്ഞാൽ ബെൻസാൽഡിഹൈഡ് കിട്ടും. നെയിമിംഗ് റിയാക്ഷൻ എന്തായിരുന്നു? അത് റോസൻ മൗണ്ട് റിയാക്ഷൻ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റീഫൻ റിയാക്ഷൻ. ഓർഡർ ഓർത്ത് നോക്കണം കേട്ടോ ചാപ്റ്ററിന്റെ. റോസൻ മൗണ്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? സ്റ്റീഫൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് എറ്റാർഡ് റിയാക്ഷൻ. ETARD എറ്റാർഡ്. അത് കഴിഞ്ഞാൽ ഫോർത്ത് എന്താണ്? അത് ആൻസർ കിട്ടി അല്ലെ? ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. എന്തായിരുന്നു? ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. അങ്ങനെ 4 മെയിൻ ടോപ്പിക്സ് ആണ് എന്തിൽ വരുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. ഏതൊക്കെയായിരുന്നു പറഞ്ഞേ? റോസൻമൗണ്ട്, സ്റ്റീഫൻ, എറ്റാർഡ്, ഗട്ടർമാൻ കോച്ച്. കേട്ടോ ഓർത്ത് നോക്കുക. ഇത് പ്രിപ്പറേഷൻ ഓഫ് എന്തിലാ പഠിപ്പിച്ചേ? ആൽഡിഹൈഡ്. കേട്ടോ ഓർത്ത് നോക്കുക. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ വേണം, എന്നിട്ട് ചാപ്റ്ററിലേക്ക് പോയാൽ മതി. കേട്ടോ ഓർത്ത് നോക്കുക. ദെൻ കീറ്റോണിന്റെ പ്രിപ്പറേഷൻ 3 ഹെഡിങ്സ് ആണ്. എന്തായിരുന്നു? ഫസ്റ്റ് ഫ്രം അസൈൽ ഹാലൈഡ്. വെരി ഗുഡ്. കണ്ടോ ഓർത്ത് നോക്കുക. ഫ്രം അസൈൽ ഹാലൈഡ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തായിരുന്നു?
അസൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ COCl തന്നെയാണ്. ആക്ച്വലി COCl കാഡ്മിയം CdCl2 കാഡ്മിയം ക്ലോറൈഡ് ആഡ് ചെയ്യും, അപ്പോഴാണ് കിട്ടുന്നത്. ഓക്കെ, ഇക്വേഷൻ ഒക്കെ എഴുതും കേട്ടോ, ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഫ്രം നൈട്രൈൽ അല്ലെ. നൈട്രൈൽ എന്ന് പറഞ്ഞാൽ RCN സയനേറ്റ്, അതിലേക്ക് ഗ്രിഗ്നാൾ റിയേജന്റ് ട്രീറ്റ് ചെയ്യും. RCN + RmGx ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന കീറ്റോണ്ട് കിട്ടും. അപ്പൊ കീറ്റോണ്ട് രണ്ടെണ്ണമായി, ഒരെണ്ണമുണ്ട്. ആ തേർഡ് വൺ നിങ്ങൾ 11th പഠിച്ചതാണ്, 12th ഫസ്റ്റ് ചാപ്റ്ററിലും സെക്കൻഡ് ചാപ്റ്ററിലും പഠിച്ചൊരു പേരുള്ള റിയാക്ഷൻ ആണ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. കണ്ടോ, ഓർത്ത് നോക്കുക. അതാണ് കീറ്റോണിന്റെ പ്രിപ്പറേഷൻ 3 ഹെഡിങ്സ്. ഏതൊക്കെയായിരുന്നു? ഫ്രം അസൈൽ ഹാലൈഡ്, ഫ്രം നൈട്രൈൽ, ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ വലുതാണ്, കോംപ്ലക്സ് ആണ്. അങ്ങനെ കോംപ്ലക്സ് വന്നു കഴിഞ്ഞാൽ അതിന് കോംപ്ലക്സ് ആയിട്ട് പഠിക്കരുത്, വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ മെയിൻ ഫ്രെയിം കറക്റ്റ് ആയിട്ട് ആ ഹെഡിങ്സ് കേട്ടോ വീട്ടിൽ പോയിട്ട് നോക്കി കേട്ടോ. ഇതേ ഓർഡർ ആയിരിക്കും, ഞാൻ ഈ പറയുന്ന ഇതേ ഓർഡറാണ് ഈ ചാപ്റ്റർ കിടക്കുന്നത്. അപ്പോൾ മെയിൻ ഫ്രെയിം നമുക്ക് കറക്റ്റ് ആയിട്ട് ചാപ്റ്റർ കിട്ടണം. ഓക്കെ, ദെൻ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അവര് പറയുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ആണ്. അത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ടേബിൾ നമ്മൾ ആൽക്കഹോളിന്റെ എഴുതിയിട്ടുണ്ട്, അതേ ടേബിൾ തന്നെ വീണ്ടും എഴുതിക്കും. കാരണം അവിടെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അതേ പാറ്റേൺ ആണ്, ബോയിലിംഗ് പോയിന്റ് ഓർഡർ ഒക്കെ വരുന്നത്. അവിടെ നമ്മൾ എഴുതിയാണ് ആൽഡിഹൈഡിന്റെ ഡാഷ് വാണ്ടർ വാൾ ഫോഴ്സ് ആണ്, ഓർമ്മയുണ്ടോ? നമ്മൾ ഇതിനുമ്പോ ആൽക്കഹോൾ എഴുതിയപ്പോൾ ഒരു ടേബിൾ എഴുതി, അവിടെ ആൽഡിഹൈഡിന് ഡാഷ് വാണ്ടർ വാൾ ഫോഴ്സ്. വെരി ഗുഡ്. ഡൈപോൾ വാണ്ടർ വാൾ ഫോഴ്സ്. ആൽഡിഹൈഡിനും കീറ്റോണിനും എന്താണ്? ഡൈപോൾ വാണ്ടർ വാൾ ഫോഴ്സ്. അപ്പൊ അവർ ചോദിക്കും എത്തനാൽ ആൻഡ് എത്തനോൾ വിച്ച് ഈസ് ഹയർ ബോയിലിംഗ് പോയിന്റ് ആൻഡ് വൈ? ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആണ്. അപ്പൊ നമ്മൾ പറയും എത്തനോൾ. റീസൺ OH ഹൈഡ്രജൻ ബോണ്ട് ആണ്. ഹൈഡ്രജൻ ബോണ്ട് കമ്പാരിറ്റീവ്ലി സ്ട്രോങ് ആണ് ആരെക്കാളും? ഡൈപോളിനേക്കാൾ. അത്രേ ഉള്ളൂ. ഫിസിക്കൽ പ്രോപ്പർട്ടി വലിയ കുഴപ്പമില്ല. ഇനിയാണ് ഈ ചാപ്റ്റർ റിയൽ ആയിട്ടുള്ള ഏറ്റവും ടഫ് ഏരിയ, അല്ലെങ്കിൽ ഈ രണ്ട് ടെക്സ്റ്റ് ബുക്കിലെയും ഏറ്റവും ടഫ് പോർഷൻ ഇവിടെ നിന്ന് തൊട്ട് തുടങ്ങും. അതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. നിങ്ങൾ ആ പഠിക്കുന്ന ഫ്രെയിം മാത്രമല്ല, നല്ല രസമായിട്ട് കോംപ്ലക്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെ തൊട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. അതിൽ ആദ്യം വരുന്നതാണ് എന്താണ്? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽഡിഹൈഡില് ആദ്യം വരുന്ന ഹെഡിങ് സൈനോഹൈഡ്രിൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ആൽഡിഹൈഡ് ഓർ കീറ്റോൺ റിയാക്ട് വിത്ത് HCN ഹൈഡ്രജൻ സയനൈഡ് ടു ഫോം സൈനോഹൈഡ്രിൻ. അത് കഴിഞ്ഞാൽ ഹെമി അസറ്റാൽ ആൻഡ് അസറ്റാൽ. നെക്സ്റ്റ് കീറ്റാൽ അല്ലെ, കീറ്റാൽ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? അഡീഷൻ ഓഫ് സോഡിയം ബൈ സൾഫേറ്റ്. ഇപ്പൊ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ 4 മെയിൻ ഹെഡിങ്സ് ആണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ, ചെറിയൊരു മെക്കാനിസം പറഞ്ഞിട്ട് അതിന്റെ താഴെയാണ് ഈ 4 ഹെഡിങ്സ് വരുന്നത്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. സൈനോഹൈഡ്രിൻ, ഹെമി അസറ്റാൽ ആൻഡ് അസറ്റാൽ, കീറ്റാൽ, അഡീഷൻ ഓഫ് സോഡിയം ബൈ സൾഫേറ്റ്. ഇത്ര എത്തുമ്പോ ആ ചാപ്റ്റർ ആദ്യത്തെ ഏരിയ ആയി. അപ്പൊ ഞാൻ പറയുന്ന ടോപ്പിക് എന്താ? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ഇത് കഴിഞ്ഞിട്ട് നൈട്രജൻ ഡെറിവേറ്റീവ്, കെമിക്കൽ പ്രോപ്പർട്ടിയുടെ അണ്ടറിലാണ് നൈട്രജൻ ഡെറിവേറ്റീവ്, ഒരു ടേബിൾ ആണ്. അവിടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇമീൻ, ഷിഫ്റ്റ് ബേസ്, ഓക്സിം, ഹൈഡ്രസോൺ, ഫിനൈൽ ഹൈഡ്രസോൺ, DNP, സെമി കാർബസോൺ കേട്ടോ, ഓർത്ത് നോക്കുക. അങ്ങനെ 7 മെയിൻ ഹെഡിങ്സ് വരുന്നുണ്ട്. ആ 7 ഹെഡിങ്സ് വരുന്ന സമയത്ത് ആ ഒരു ഏരിയ ക്ലിയർ ആയിട്ട് വരും. അപ്പോ അതാണ് എന്താണ്? നൈട്രജൻ ഡെറിവേറ്റീവ്. ആൽഡിഹൈഡ് കീറ്റോൺ കഴിഞ്ഞല്ലോ സ്കൂളിൽ അല്ലെ? ഓക്കെ, ഓർമ്മയുണ്ടല്ലോ. ഇമീൻ, ഷിഫ്റ്റ് ബേസ്, ഓക്സിം, ഹൈഡ്രസോൺ, ഫിനൈൽ ഹൈഡ്രസോൺ, DNP, സെമി കാർബസോൺ കണ്ടോ, ഓർത്ത് നോക്കുക. ഇവര് പറയൂപ്പോ കേട്ടോ. ഓക്കെ, ഇവര് വന്ന വഴി തന്നെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ എടുത്തു. ദെൻ നെക്സ്റ്റ് ഇത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഇതിൽ പേരുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പേരുള്ള നമ്മൾ 4 പറഞ്ഞു. അതുപോലെ തന്നെ പേരായിട്ടുള്ള വരുന്നതാണ് വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ, ക്ലെമൻസൺ റിഡക്ഷൻ. അത് കഴിഞ്ഞ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ ഒരു ഇക്വേഷൻ ഞാൻ സെലക്ട് ചെയ്യും. അതാണ് അടുത്തത്. അതാണ് ഏറ്റവും കൂടുതൽ പാസ്റ്റ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് പല രീതിയിൽ ചോദിക്കുമാര്. ആൽഡോൾ കണ്ടൻസേഷൻ ആൻഡ് ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ കേട്ടോ, ഓർത്ത് നോക്കുക. ചോദ്യം നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ അവന്മാര് അത് മിക്സ് ചെയ്ത് ചോദിക്കും. പലപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആൽഡോൾ കണ്ടൻസേഷൻ ആൻഡ് ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഇത്ര എത്തുമ്പോൾ ഈ ചാപ്റ്ററിൽ ആൽഡിഹൈഡ് കീറ്റോൺ എന്ന് പറയുന്നതിന്റെ മെയിൻ ടോപ്പിക് കഴിയും. ഇത് കഴിഞ്ഞാൽ യൂസസ് എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. കൂടി കഴിയുമ്പോൾ ആൽഡിഹൈഡ് കീറ്റോൺ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എവിടെ വരെ കഴിഞ്ഞു ഈ ചാപ്റ്ററിന്റെ? ആൽഡിഹൈഡും കീറ്റോണും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അല്ലെ കാർബോക്സിലിക് ആസിഡ് തുടങ്ങുന്നു പറഞ്ഞു. കാർബോക്സിലിക് ആസിഡില് ആദ്യത്തെ ഏരിയ നോമൻക്ലേച്ചർ തന്നെ കണ്ടോ, ഓർത്ത് നോക്കുക. നോമൻക്ലേച്ചർ പറയും OX, COH, OH. അവിടെ പക്ഷെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ കോമൺ നെയിം ഉണ്ട്. അതിന്റെ കോമൺ നെയിം നിങ്ങൾ പഠിക്കേണ്ടി വരും. ആദ്യത്തെ കോമൺ നെയിം എന്തായിരുന്നു? ഓക്സാലിക് ആസിഡ്, മലോണിക് ആസിഡ്, സക്സിനിക് ആസിഡ്, ഗ്ലൂട്ടാറിക് ആസിഡ്, അഡിപ്പിക് ആസിഡ് അല്ലെ, ഓർത്ത് നോക്കുക. അങ്ങനെയുള്ള ആ ഒരു കോമൺ നെയിം ഉണ്ട്. നമ്മളൊരു ചെറിയ ടിപ്പൊക്കെ വെച്ചിട്ടാണ് ഓസ് മൈസ് ആൻഡ് ഗ്രേറ്റ് ഓൾവേസ് എന്ന് പറഞ്ഞ ഒരു ടിപ്പൊക്കെ വെച്ചിട്ട് അത് പഠിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. അതാണ്
നോമൻക്ലേച്ചറിൽ ആ ഒരു ഏരിയയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ടെറപ്താലിക് ആസിഡ്, താലിക് ആസിഡ് കോമൺ നെയിമുകളാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവർ ചോദിക്കും IUPAC നെയിം ഓഫ് ടെറപ്താലിക് ആസിഡ്. ഇവിടെ ആദ്യം നമുക്ക് ടെറപ്താലിക് ആസിഡ് അറിയണം, അത് വരച്ചിട്ട് അതിന്റെ IUPAC നെയിം പറയേണ്ടി വരും. അപ്പോൾ ആ രീതിയിലുള്ള ടോപ്പിക്കാണ് അവിടെ വരുന്നത് നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ് എത്ര ഹെഡിങ് ഉണ്ട് വീട്ടിൽ പോയി നോക്കണം കേട്ടോ. നാളെയാണ് നിങ്ങൾക്ക് കാർബോക്സിലിക് ആസിഡ് ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ടീച്ചർ എടുക്കുന്നതിന് മുമ്പ് ഹെഡിങ്സ് പഠിച്ചു നോക്കണം. നിങ്ങൾ ഡീപ്പായിട്ട് അല്ല, ഹെഡിങ്സ് 6 എണ്ണമാണ്. അതിന് പഠിക്കാനായിട്ട് എളുപ്പം. നിങ്ങൾക്ക് എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പഠിക്കാനായിട്ട് എളുപ്പത്തിന് നമ്മുടെ ടിപ്പ് ഉണ്ടായി അല്ലെ. എന്തായിരുന്നു 6 എണ്ണത്തില്? ഈ 6 ഹെഡിങ്സിന് നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യാൻ പഠിക്കുന്ന സമയത്ത് അത് 3 ഹൈഡ്രോളിസിസ് ആണ്. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം ആഡ് ചെയ്താൽ കിട്ടും അല്ലെ. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ ആഡ് ചെയ്യുക. ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ ഹെഡിങ് അങ്ങനെയല്ല. ഫ്രം നൈട്രൈൽ, ഫ്രം അസൈൽ ഹാലൈഡ് അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും. ഫ്രം എസ്റ്റർ. അപ്പൊ അതിന് പകരം നിങ്ങൾ ഹൈഡ്രോളിസിസ് എന്നുള്ള വേർഡ് ഓർത്ത് നോക്കാം. ഹൈഡ്രോളിസിസ് ഓഫ് ആരൊക്കെയാണ്? സയനൈഡ്. സയനൈഡിലേക്ക് വെറുതെ വെള്ളം ഒഴിച്ച് എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് കിട്ടും. ദെൻ നെക്സ്റ്റ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. എസ്റ്ററിലേക്ക് വെള്ളം ഒഴിച്ച് എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ്. ഹൈഡ്രോളിസിസ് ഓഫ് അസൈൽ ഹാലൈഡ്. അസൈൽ ഹാലൈഡിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ്. ഇപ്പൊ പഠിച്ചില്ലേ പ്രിപ്പറേഷൻ? എന്ത് ചെയ്താ? വെള്ളം ആഡ് ചെയ്താൽ മതി. എത്ര എന്ന് പറഞ്ഞ്? ഹൈഡ്രോളിസിസ് ഓഫ് സയനൈഡ്, നൈട്രൈൽ, അസൈൽ ഹാലൈഡ്. ഒന്നും കൂടി പറഞ്ഞു. ഹൈഡ്രോളിസിസ് ഓഫ് സയനൈഡ്, നൈട്രൈൽ, അസൈൽ ഹാലൈഡ് കേട്ടോ, ഓർത്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ ഈ ഹൈഡ്രോളിസിന്റെ ഒരു ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്ക് 3 എണ്ണം ഉണ്ട്. അതിൽ 2 എണ്ണം ഓക്സിഡേഷൻ ആണ്. 2 എണ്ണം. അപ്പൊ എത്ര? ടോട്ടൽ 6 എണ്ണം അല്ലേ? അതിൽ 2 എണ്ണം ഓക്സിഡേഷൻ. ഈ 2 എണ്ണം ഓക്സിഡേഷനിൽ അവർ പറയുന്നതാണ് ആൽക്കഹോളിന് സ്ട്രോങ് ഓക്സിഡേഷൻ. അത് നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്. 10th ഓർമ്മയുണ്ടോ? കാർബോക്സിലിക് ആസിഡ് കിട്ടുന്നത് 10th 11th ഒക്കെ ഉണ്ട് പഠിച്ചേക്കുന്നതാണ് കേട്ടോ. 10th നിങ്ങൾ പഠിച്ചേക്കുന്ന ഇതാണ് ആക്ച്വലി നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ് കാർബൺ ആൻഡ് കോമ്പൗണ്ടിൽ ഫസ്റ്റ് ഹെഡിങ് കമ്പഷൻ, ഓക്സിഡേഷൻ രണ്ടാമത്തെ ഹെഡിങ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഓർത്ത് നോക്കുക. അപ്പൊ ആ ഹെഡിങ്സിൽ ഓക്സിഡേഷന്റെ അവിടെ പഠിപ്പിച്ചേക്കുന്നതാണ്. ആൽക്കഹോൾ എടുക്കുക, ആൽക്കഹോളിലേക്ക് എന്ത് ഇടും? KMnO4 and KOH കേട്ടോ. പക്ഷെ നിങ്ങൾ 12th ഒരു ജോൺസ് റിയേജന്റിനെ കൂടി പരിചയപ്പെടുത്തും. ജോൺസ് റിയേജന്റ് കേട്ടോ. ഓക്കെ, അപ്പോ അതാണ് തുടക്കം. ആ ചാപ്റ്ററിലെ കാർബോക്സിലിക് ആസിഡ് പ്രിപ്പറേഷനിലെ ആദ്യത്തെ ഹെഡിങ് അതാണ്. അങ്ങനെ ഓക്സിഡേഷൻ ചെയ്താൽ എന്ത് കിട്ടും? കാർബോക്സിലിക് ആസിഡ് കിട്ടും. ആരൊക്കെയാണ്? ആൽക്കഹോൾ കേട്ടോ, ഓർത്ത് നോക്കുക. ആൽക്കഹോളിനെ ഓക്സിഡേഷൻ ചെയ്താൽ കിട്ടും. രണ്ടാമത് വരുന്നത് ആൽക്കൈൽ ബെൻസീൻ എന്ന് പറഞ്ഞ ബെൻസീനിന്റെ മുകളിൽ CH3 മാത്രം വരുന്ന അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്രൂപ്പുകൾ വരുന്ന കോമ്പൗണ്ടിനെയും ഓക്സിഡേഷൻ ചെയ്താൽ കിട്ടും. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ 5 ആയി. ഇപ്പൊ 3 എന്തായിരുന്നു? ഹൈഡ്രോളിസിസ്. 2 എന്തായിരുന്നു? ഓക്സിഡേഷൻ. 1 ഒരെണ്ണമുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രിഗിനാൽ റിയേജൻ. ഗ്രിഗിനാൽ റിയേജൻ റിയാക്ട് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം കാർബോക്സിലിക് ആസിഡ്. ഗ്രിഗിനാൽ റിയേജൻ റിയാക്ട് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം കാർബോക്സിലിക് ആസിഡ്. അപ്പൊ എത്ര ഹെഡിങ് ആയി? 6. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ഫ്രെയിമിൽ ഇങ്ങനെ കിട്ടണം കേട്ടോ, ഓർത്ത് നോക്കുക. ഞാൻ ഈ ചാപ്റ്റർ എനിക്ക് എടുത്തുകൊണ്ട് പോയാൽ മതി, പക്ഷെ അതല്ല നിങ്ങൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, പഠിക്കുന്ന മെത്തേഡ് ആദ്യം നിങ്ങൾ കറക്റ്റ് ആക്കുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവരുന്ന അടുത്തൊരു ഏരിയ ആണ് ഫിസിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടി അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഡയമർ എന്ന് പറയുന്ന ഒരു ടേമും പിക്ചറൈസേഷൻ ഒക്കെ ഉണ്ട്. ഏറ്റവും ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ആർക്കായിരുന്നു? COH നായിരുന്നു. കാരണം എന്തായിരുന്നു? മോർ എക്സ്റ്റെൻസീവ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടായിരുന്നു അല്ലെ. മോർ എക്സ്റ്റെൻസീവ് ഹൈഡ്രജൻ ബോണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബോക്സിലിക് ആസിഡില് മെയിൻ ആയിട്ട് വരുന്നത് ഈ COH ആണല്ലോ നമുക്ക് വരുന്നത്. ആ COH എന്ന് പറയുന്ന മോളിക്യൂളിലേക്ക് SOCl2 ആഡ് ചെയ്താൽ എന്ത് വരും? COCl വരും കേട്ടോ, ഓർത്ത് നോക്കുക. COHലേക്ക് NH3 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? അമൈഡ് കിട്ടും കേട്ടോ, ഓർത്ത് നോക്കുക. അങ്ങനെ പറയുന്ന കുറച്ച് ഇക്വേഷൻ ആണ്. അത് കഴിഞ്ഞ അതിന്റെ ആപ്ലിക്കേഷൻ കേട്ടോ, ഓർത്ത് നോക്കുക. ഇപ്പൊ ഒന്നാൾക്കാർ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിന്റെ എല്ലാ ഹെഡിങ്സും ഓർഡറിൽ പറയുകയാണ് ചെയ്തത് ഫസ്റ്റ് കേട്ടോ. ഓക്കെ, ആ ചാപ്റ്റർ ഒരു ഫ്രെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ വലുതാണ്, അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ കുഞ്ഞു കാര്യം കറക്റ്റ് ഓർഡറിൽ അതിന്റെ സ്ട്രക്ചർ പഠിച്ചെടുക്കാൻ നോക്കണം കേട്ടോ, ഓർത്ത് നോക്കുക. ദെൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന ഏരിയാസ് ഉണ്ടാവും. ആ ഏരിയാസ് ജസ്റ്റ് ഒന്ന് നോക്കുക. പക്ഷെ ആ ഹെഡിങ്സും ഓർഡറും മറന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. കാരണം നമുക്ക് ഒരു സ്ഥലത്തായിട്ടുള്ള അങ്ങനെ ചോദ്യം ഇല്ല. നമുക്ക് ഒരു കുഞ്ഞ് ഒരു ഏരിയയിൽ കണക്റ്റഡ് ആയിരിക്കും വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. ഇനി ഇപ്പൊ ഈ നോമൻക്ലേച്ചർ പഠിക്കുന്നു. അപ്പൊ നിങ്ങൾ കരുതും നോമൻക്ലേച്ചർ പഠിക്കുന്നു, നോമൻക്ലേച്ചറിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. മാക്സിമം ചാൻസ് 2 എണ്ണമാണ്. അത് 2 മാർക്കാണ്. അത് ഏതാണ്? ഓൾ ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ ഒരെണ്ണം എവിടെ നിന്ന് ചോദിക്കാം? കോർഡിനേഷൻ കോമ്പൗണ്ട്. പിന്നെ ചിലപ്പോൾ ഈ ചാപ്റ്റർ ആവണം വല്ല നിർബന്ധം ഉണ്ടോ? ഇല്ല. ഇനി കഴിഞ്ഞതിന് 30 വർഷം മുതൽ അങ്ങനെ ചോദിച്ചിട്ടില്ല നോമൻക്ലേച്ചർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അന്ന് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടായി കഴിഞ്ഞ വർഷം. അപ്പോൾ അല്ലാതെ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞ് പണ്ട് എങ്ങനെയായിരുന്നു വെച്ചാൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ടാവും. പിന്നെ ഈ പേരുള്ള റിയാക്ഷൻ ഉണ്ട്. ഈ ചാപ്റ്ററിൽ എത്ര പേരുള്ള റിയാക്ഷൻ ഉണ്ട്? റോസൻമോണ്ട്, സ്റ്റീഫൻ, എറ്റാർഡ്, ഗട്ടർമാൻ കോച്ച്, ക്ലമൻസൺ റിഡക്ഷൻ,
Wolff-Fishner reduction, aldol condensation, Cannizzaro reaction, decarboxylation reaction, last HVZ reaction, Hell-Volhard-Zelinsky reaction. 10. അങ്ങനെ ടോട്ടൽ എത്ര ഉണ്ട്? 4 ചാപ്റ്ററിൽ നിന്ന് 26. കേട്ടോ ഓർത്തോക്കെ, അത്രേ ഉള്ളൂ 26. കേട്ടോ ഓർത്തോക്കെ, വേണമെങ്കിൽ 30 ഒക്കെ ആക്കാം. കാരണം ഈ ചെറിയ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ഇടയിലുള്ള പ്രോസസ്സുകളും ഡോസും 11th റിയാക്ഷൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 30 വരെ ആക്കാം. അപ്പോൾ ഏകദേശം ഒരു 26 പേരുള്ള അതിൽ നിന്ന് 2 ചോദിക്കും. അങ്ങനെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് പാറ്റേൺ മാറ്റി. അപ്പോൾ അവർ കൂടുതൽ, ഞാൻ പറഞ്ഞല്ലോ ABCD അതിനൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് വന്നേക്കുന്നത്. അതുപോലെ കൺവേർഷൻ. അപ്പോൾ അതാണ് ഇതിൽ ടഫായിട്ട് വരുന്നത്. ഈ ചാപ്റ്റർ കഴിഞ്ഞ അടുത്ത ചാപ്റ്ററും കൂടി ആകുമ്പോഴാണ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹെഡിങ് ആണ് കേട്ടോ. അപ്പോൾ വന്നേക്കുന്ന ആൾക്കാരൊക്കെ എഴുതാം കേട്ടോ. ഫസ്റ്റ് ഹെഡിങ് നോമൻക്ലേച്ചർ, ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്, അതിൽ നോമൻക്ലേച്ചർ. RCHO, RCHOന്റെ സ്ട്രക്ചർ എന്താ? R C ഡബിൾ ബോണ്ടോ H അല്ലെ? ഓക്കെ, C ഡബിൾ ബോണ്ടോ H എൻഡിൽ വരണം എങ്കിൽ മാത്രമാണ് നമുക്ക് എന്താവുള്ളൂ, ആൽഡിഹൈഡ് ആവുള്ളൂ അല്ലെ? ഓക്കെ, ദെൻ ആൽഡിഹൈഡ് ആണ്, ആൽ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ആൽഡിഹൈഡ് എന്താ റെപ്രസെന്റ് ചെയ്യുക? ആൽ. അപ്പൊ RCHO ആൽഡിഹൈഡ് ആണ്, ആൽ. ദെൻ നെക്സ്റ്റ് അതിന്റെ മെയിൻ ഫ്രെയിം ആണ് ഈ RCHO. ഫസ്റ്റ് ക്വസ്റ്റ്യൻ CH3CHO എന്തായിരിക്കും? ഇവിടെ നോട്ട് പറഞ്ഞു. CH3CHO പേരെന്തായിരിക്കും? എത്ര കാർബൺ ഉണ്ട്? 1 2. അപ്പൊ എന്ത് വരും? എത്തനാൽ അല്ലെ? 2 കാർബൺ വന്ന എത്ത് കേട്ടോ, ഓർത്ത് വെക്കുക അല്ലെ? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റോ, ഒക്ടനോന്, ഡക്ക്. ഓക്കെ, സോ എത്തനാൽ. എത്തനാൽ ദെൻ അടുത്ത പേരെന്തായിരിക്കും? നെക്സ്റ്റ് അടുത്ത ആള് പറഞ്ഞ ബാക്കിൽ എന്തായിരിക്കും? 1 2 3. അപ്പൊ എന്തായിരിക്കും? പ്രൊപ്പനാൽ. പ്രൊപ്പനാൽ. അടുത്ത ആള് നെക്സ്റ്റ്, ഇതിന്റെ പേരെന്തായിരിക്കും? മെത്തനാൽ അല്ലെ? 1 കാർബൺ ആണ്, C ഡബിൾ ബോണ്ട് വെച്ചുണ്ടായി, അതുകൊണ്ട് എന്തായി? മെത്തനാൽ. മെത്തനാൽ. നെക്സ്റ്റ് ഈ ഫോർത്ത് കോമ്പൗണ്ട് ആണ്. ആക്ച്വലി ജാൻവി ഒന്ന് നോക്കിയേ, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? നമ്പർ ഇവിടെ നിന്ന് അല്ലേ? 1 2 3 4. പറ. 2,3 ഡൈ മീഥൈൽ ബ്യൂട്ടനാൽ. 2,3 ഡൈ മീഥൈൽ ബ്യൂട്ടനാൽ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സാൻസെ അടുത്തത് 5th. വെരി ഗുഡ് കേട്ടോ, ഓർത്ത് നോക്കിയത് ഇവിടെ നിന്നാണ് നമ്പർ ചെയ്യുന്നത്. 1 2 3 കേട്ടോ. സാൻസ് പറഞ്ഞ റൈറ്റ് ആണ്. ബെൻസീൻ ബ്രാഞ്ചായി വന്നാൽ അതിനെന്താ വിളിക്കുക? ഫിനൈൽ. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലാണ്, അതുകൊണ്ട് 2 ഫിനൈൽ. 2 ഫിനൈൽ ശരിയാ പറഞ്ഞു മോനെ? എത്ര കാർബൺ ഉണ്ട്? 3 വന്ന പ്രൊപ്പനാൽ കേട്ടോ, ഓർത്ത് നോക്കുക. 2 ഫിനൈൽ പ്രൊപ്പനാൽ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പറഞ്ഞു. ഈ CHO വന്ന പൊസിഷൻ അവിടെ നിന്ന് നമ്പർ ചെയ്യുക കേട്ടോ. 1 2 3 4 5 6. എന്തായിരിക്കും? 2ൽ ആരുണ്ട്? 2 കാർബൺ ബ്രാഞ്ച് ആയി വന്ന എന്തായിരിക്കും? 1 കാർബൺ ബ്രാഞ്ച് ആയ മീഥൈലാണ്. അപ്പൊ 2 കാർബൺ ബ്രാഞ്ച് ആയ എന്തായിരിക്കും? ഈത്തൈൽ. അപ്പൊ 2 ഈത്തൈൽ ഇതെന്തായിരിക്കും ടോട്ടൽ? ബെൻസാൽഡിഹൈഡ് കേട്ടോ. 2 ഈത്തൈൽ ബെൻസാൽഡിഹൈഡ്. ടു ഫിനൈൽ ബെൻസാൽഡിഹൈഡ്. ഓക്കെ, ദെൻ ഇതെന്തായിരിക്കും? എന്താ?
എവിടെ നിന്നാ നമ്പർ ചെയ്യാം? ഇവിടെ നിന്ന് അല്ലേ? ഓക്കെ, 1 2 3 4 5. സെക്കൻഡിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ബ്രാഞ്ച് ആണെന്നാണ് അർത്ഥം. 1 കാർബൺ ആണ്. ബ്രാഞ്ച് ആയ എന്തായിരിക്കും? 2 methyl 2 methyl pent 3 in al കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോ ഇനാൽ കേട്ടോ, ഓക്കെ, ആ രീതിയിൽ വരും. അപ്പോ 2 methyl pent ഏത് പൊസിഷനിലാണ് ഇൻ വന്നേക്കുന്നത്? 3 in അല്ലെ? ഓക്കെ, 3 in 1 ആൽ ആണ്. അത് ആൽ എന്ന് കൊടുത്താൽ മതി. 1ലാണ് ആൽ ഓൾവേസ് വരുന്നത് കേട്ടോ, ഇനാൽ. സെവൻ കഴിഞ്ഞ് എട്ടാമത്തെ ഒരെണ്ണം കൂടി എഴുതണം. അതൊരു സ്പെഷ്യൽ ആണ്, അല്ലെങ്കിൽ ഈ പറയുന്നതിൽ നിന്ന് ഒരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങളൊന്ന് അപ്പുറത്ത് എഴുതണം കേട്ടോ. ഓക്കെ, പുതിയതായിട്ടാണ് അല്ലേ? ഓക്കെ, ഇതിനു മുമ്പത്തെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഓൺലൈൻ കയറി അല്ലേ? ഓക്കെ, ഇതും കൂടി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഇതും ഒരെണ്ണം കൂടി എഴുതാനുണ്ട് കേട്ടോ. 8 9 10 കേട്ടോ, ഓർത്ത് നോക്കാം. കീറ്റോൺ ആണ് അടുത്തത്. അപ്പൊ ഈ കീറ്റോണിനെ നോക്കേണ്ടത് നിങ്ങൾ 8 9 10. 8 നോക്കുക കേട്ടോ, ഓർത്ത് നോക്കുക. എന്തായിരിക്കും അടുത്ത ആള്? 8. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ CHO വരുന്ന സമയത്ത് നമ്പർ നമുക്ക് ഈ ക്ലോസ്ഡ് ഓർ ബെൻസീൻ റിംഗിൽ വരുമ്പോൾ ഈ സിക്ക് നമ്പർ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ CHOന് നമ്മൾ പറയുന്നത് കാർബാൽഡിഹൈഡ് എന്നാണ്. എന്താ വിളിക്കുന്നത്? കാർബാൽഡിഹൈഡ്. പക്ഷേ ഇത് ബെൻസീനും CHOയും കൂടി വന്ന ബെൻസാൽഡിഹൈഡ് ഓർ ബെൻസീൻ കാർബാൽഡിഹൈഡ് അങ്ങനെ പറയാം കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ബെൻസീനിൽ 2 CHO വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ 2 CHOയ്ക്കും എന്ത് കൊടുക്കാൻ പറ്റില്ല? നമ്പർ കൊടുക്കാൻ പറ്റില്ല അല്ലെ? ഓക്കെ, ഇവിടെ നിന്ന് ഈ കാർബണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 1 2 3 4 5 6 ഇങ്ങനെയാ വരിക. അങ്ങനെ വരുമ്പോ ബെൻസീൻ 1,2 ഡൈകാർബാൽഡിഹൈഡ് ഇതാണ് അതിന്റെ പേര് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ അല്ലാതെ ആലെന്ന് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല, ഡയാലെന്ന് എഴുതി കഴിഞ്ഞാൽ വെട്ടിക്കളയും. എന്തുകൊണ്ടാ? ബെൻസീന് അല്ലെ ഇവിടെ ഈ CHOയ്ക്ക് നമ്പർ കൊടുക്കാൻ പറ്റില്ല അല്ലെ കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് എഴുതി വെക്കുക. ബെൻസീൻ 1,2 ഡൈകാർബാൽഡിഹൈഡ്. ബെൻസീൻ 1,2 ഡൈകാർബാൽഡിഹൈഡ്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ, ഓർത്ത് നോക്കുക. ബെൻസീൻ 1,2 ഡൈകാർബാൽഡിഹൈഡ്. ബെൻസീൻ 1,2 ഡൈകാർബാൽഡിഹൈഡ് അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, കാർബാൽഡിഹൈഡ് അത് എക്സെപ്ഷൻ ആയിട്ട് നിൽക്കുന്നതാണ്, അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് തന്നെ. ഇനി അങ്ങനത്തെ എക്സെപ്ഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കില് നിങ്ങൾക്ക് ഓപ്പൺ ചെയിനിൽ കിടക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നമ്പർ എനിക്ക് ഇവിടെ നിന്ന് ചെയ്യാം 1 2 3 4 5. അപ്പൊ ഈ CHOക്ക് നമ്പർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ, ഓർത്ത് നോക്കാം. പിന്നെ എന്താ പൊസിഷൻ? 1 2 3 4 ഇങ്ങനെ കൊടുക്കുക അല്ലെ? ഓക്കെ, അപ്പോ CHO ഈ 3 പേരും ഈക്വൽ ആണ്. ആക്ച്വലി 3 പേരും ഈക്വൽ ആണ്. എനിക്ക് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന 3 പേരും ഈക്വൽ ആണ്. എൻ്റെ ഉള്ളത് ആകെ ഒരു മിഠായി ആണ് അല്ലെ? ഇയാൾക്ക് കൊടുത്ത വിഷമാവില്ലേ? ഓക്കെ, അതുകൊണ്ട് 3 പേരും കാണുന്ന സമയത്ത് ഞാൻ കഴിക്കും. നിങ്ങൾക്ക് ആർക്കും പ്രയോറിറ്റി തരില്ല കേട്ടോ, ഓർത്ത് നോക്കാം. അതുപോലെ ഇവിടെ 3 CHO ഉണ്ട്, 3 പേർക്ക് നമ്പർ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും നമ്മൾ? ഇങ്ങനെ സിറ്റുവേഷൻ വന്നാൽ മാത്രം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ CHO ആണ് കൊടുക്കുന്നത്. അപ്പോ CHO 3 വന്നു കഴിഞ്ഞാൽ നമുക്ക് 3ക്കും ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ, ലോങ് ചെയിൻ അല്ലേ? ഓക്കെ, അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ലോങ് ചെയിൻ ഏതായിരിക്കും? ഇപ്പോ ലോങ് ചെയിൻ എവിടെ നിന്ന് തുടങ്ങും? 1 2 3 അങ്ങനെ വന്ന സമയത്ത് ഈ CHOയ്ക്ക് നമ്പർ കൊടുത്തോ?
ഇവിടത്തെ പോലെ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ പേരെന്തായിരിക്കും? പ്രൊപ്പെയിൻ 1,2,3 ട്രൈ കാർബാൽഡിഹൈഡ്. കേട്ടോ, ഓർത്ത് നോക്കാം, ശ്രദ്ധിക്കാം. എഴുതി പ്രൊപ്പെയിൻ 1,2,3 പ്രൊപ്പെയിൻ 1,2,3 ചോദിച്ചോ മോനെ. ഈ സെക്കൻഡ് പൊസിഷനിൽ CH CH ആണ് കേട്ടോ. ഓക്കെ, റൈറ്റ്. ഹൈഡ്രജനെ CH ആണ് കേട്ടോ. ഗുഡ്, റൈറ്റ്. ദെൻ പ്രൊപ്പെയിൻ 1,2,3 ട്രൈ ട്രൈ കാർബാൽഡിഹൈഡ്. ട്രൈ കാർബാൽഡിഹൈഡ്. പ്രൊപ്പെയിൻ 1,2,3 ട്രൈ കാർബാൽഡിഹൈഡ്. ഇനി ശ്രദ്ധിക്കുക, ഈ ചാപ്റ്ററും അടുത്ത ചാപ്റ്ററും കൂടി കഴിയുമ്പോൾ നിങ്ങൾ 11th പഠിപ്പിച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കൂടി വരാം. ഓർമ്മയുണ്ടോ 11th പഠിച്ചത്? 11th എന്തായിരുന്നു? എന്ത് റൂൾ ഉണ്ടായിരുന്നു? പ്രയോറിറ്റി റൂൾ. ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി കാർബോക്സിലിക് ആസിഡ് COH. സെക്കൻഡ് ഹയസ്റ്റ് നിങ്ങൾക്ക് അതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ SO3H, പിന്നെ കാർബോക്സിലിക് ആസിഡ്, അതൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് തരുന്ന കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ CBSE രീതിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് 4 എണ്ണത്തിന്റെ കോമ്പിനേഷനെ വരാൻ ചാൻസ് ഉള്ളൂ. അതിന്റെ ഓർഡർ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, ഓർത്തുക. അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന്റെ സമയത്ത് ഇത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും എക്സാം തീരും. അതുകൊണ്ട് ഈ 4 ഓർഡർ പഠിച്ചു വെക്കുക. ഈ ഓർഡർ ആയിരിക്കും നിങ്ങൾക്ക് കോമ്പിനേഷൻ തരുള്ളൂ, അല്ലാതെ തരില്ല. നിങ്ങൾക്ക് എസ്റ്ററും SO3H പിന്നെ അങ്ങനെ തരില്ല. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പ്രയോറിറ്റി ഇതാണ്. ഏറ്റവും ഹയസ്റ്റ് COH, സെക്കൻഡ് ഹയസ്റ്റ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ആരായിരിക്കും? ആൽഡിഹൈഡ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് COH, അത് കഴിഞ്ഞ ആൽഡിഹൈഡ്, പിന്നെന്തായിട്ട് ഓർത്ത് നോക്കുക കീറ്റോൺ, പിന്നെന്തായിരുന്നു ആൽക്കഹോൾ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈതർ വരിക കേട്ടോ. ഈ 5 എണ്ണം ഈ കയ്യിൽ ഒതുങ്ങുന്ന ഈ 5 എണ്ണത്തിന്റെ കോമ്പിനേഷൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നോക്കിയോ, 11th നോക്കിയോ, ഈ 5 എണ്ണത്തിന്റെ കോമ്പിനേഷൻ അല്ലാതിട്ടുള്ളവർ കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഓർഡർ ഏകദേശം കിട്ടണം. അപ്പൊ ആൽഡിഹൈഡും കീറ്റോണും വന്നാൽ ആരുടെ പേരിൽ അറിയാം? ആൽഡിഹൈഡ് കേട്ടോ, ഓർത്ത് നോക്കാം. കാർബോക്സിലിക് ആസിഡും ആൽഡിഹൈഡും തന്നാൽ കാർബോക്സിലിക് ആസിഡ് കേട്ടോ. ഓക്കെ, അപ്പോ അധികം അത് ചെയ്യുന്നില്ല, ഒരെണ്ണം ചെയ്തു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആൽഡിഹൈഡ് അല്ലെങ്കിൽ ഇതൊക്കെ വരണ സമയത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതെ ഒരെണ്ണം തരാം. ഇവിടെ വരെ എഴുതിയോ നിങ്ങൾ? കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ, ആൽഡിഹൈഡും കീറ്റോണും ആൽക്കഹോളും എല്ലാം കൂടി വെച്ച് ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, ഇങ്ങനെ തന്നാൽ എന്തായിരിക്കും എന്റെ പേര്? ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ആർക്കായിരിക്കും? കാർബോക്സിലിക് ആസിഡ്. അപ്പൊ എവിടെ നിന്ന് നമ്പർ ചെയ്യണം? ഇവിടെ നിന്ന് 1, 2, 3, 4, 5. ഇതെന്തായിരിക്കും? 6 അല്ലേ? 6. ഇനി എന്തായിരിക്കും ഇതിന്റെ പേര്? ആദ്യം ബ്രാഞ്ച് ആയിട്ടുള്ള ആൾക്കാരെ പറയണ്ടേ അല്ലേ? ഓക്കെ, ഇതിനെന്താ വിളിക്കുക? ഓക്സോ കേട്ടോ, ഓർത്തോ. എന്താ വരിക? ഓക്സോ. വേറൊരു പേരുണ്ടാവുമല്ലോ, വേറൊരു പേര് ആർക്കെങ്കിലും എഴുതന്നിട്ടുണ്ടോ? ഇല്ല, എന്ന് പിന്നെ പഠിക്കണ്ട കേട്ടോ. ഓക്കെ, ഇത് തന്നെ പഠിച്ചാൽ മതി. കാർബോണിൽ എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, ഓക്സോ കേട്ടോ, ഓർത്തോ. അപ്പൊ 3 ഓക്സോ ആണ്. 4 OH ബ്രാഞ്ചായ എന്തായിരുന്നു? ഹൈഡ്രോക്സൈഡ്. നെക്സ്റ്റ് കീറ്റോൺ ബ്രാഞ്ചായ ഓക്സോ കേട്ടോ, ഓർത്ത് നോക്കാം. ആൽഡിഹൈഡും കീറ്റോണും ബ്രാഞ്ചായ ഓക്സോ എന്നാണ് ആക്ച്വലി. അപ്പൊ എന്തായിരിക്കും എന്റെ പേര് കൊടുക്കുക? 3,6 ഡൈ ഓക്സോ. പിന്നെന്തായിരിക്കും? അല്ല, അതിനുമ്പ് ഹൈഡ്രോക്സിൽ വരും, ആൽഫബറ്റിക് ഓർഡറിൽ ഇത് വരും അല്ലേ? അപ്പൊ എഴുതിക്കോട്ടോ. 4 ഏതാ മോനെ? ആൽഡിഹൈഡ് ബ്രാഞ്ച് ആയാലും എന്താ വിളിക്കുക? ഓക്സോ. ആൽഡിഹൈഡും കീറ്റോണും ബ്രാഞ്ച് ആയ എന്താ വിളിക്കുക? ഓക്സോ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എഴുതി വെച്ചു. 4
ഹൈഡ്രോക്സി 4 ഹൈഡ്രോക്സി കേട്ടോ ഓർത്ത് നോക്കാം 4 ഹൈഡ്രോക്സി 3,6 ഡൈ എന്തായിരിക്കും ഡൈഓക്സോ എന്താ ആസിഡ് ആയിരിക്കും ഹെക്സനോയിക് ആസിഡ് ഹെക്സനോയിക് ആസിഡ് എഴുതിയോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ഹെഡിങ് കീറ്റോൺ കേട്ടോ ഓർത്ത് നോക്കുക. അടുത്തതാണ് കീറ്റോൺ. അപ്പൊ നമ്മൾ നോമൻക്ലേച്ചർ ആൽഡിഹൈഡ് ഓറിയന്റഡ് ആയിട്ട് ചെയ്തു. ഈ ഒരെണ്ണം ചെയ്യാൻ കാരണം എന്താ അല്ലെ പ്രയോറിറ്റി ഓർക്കണം എന്ന് ഇന്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഏറ്റവും ലാസ്റ്റത്തെ ഇത് രണ്ടും എക്സെപ്ഷൻ ആയിട്ട് നിൽക്കുന്നതാണ്. ഇതിന് മാത്രമാണ് ആൽഡിഹൈഡിനെ എന്താ വിളിക്കുക കാർബാൽഡിഹൈഡ്. വാട്ട് ഇസ് ദ റീസൺ ഫോർ കാർബാൽഡിഹൈഡ്? നമ്പർ കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. CHOയ്ക്ക് നമ്പർ നമുക്ക് കൗണ്ട് ചെയ്യാത്ത സമയത്ത് നമുക്ക് കൊടുക്കുന്ന ഒരു പേരാണ് കാർബാൽഡിഹൈഡ്. അങ്ങനെ ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് കീറ്റോൺ കേട്ടോ. നോമൻക്ലേച്ചർ ഓഫ് കീറ്റോൺ നമ്മൾ RCOR എന്നാണ് റെപ്രസെന്റ് ചെയ്യുക ഓൺ. ഓക്കെ. ദെൻ ഫസ്റ്റ് കീറ്റോൺ എന്തായിരുന്നു പ്രൊപ്പനോൺ കേട്ടോ ഓർത്ത് വെക്കുക. CH3CO CH3 വേഗം എഴുതുക കേട്ടോ. പ്രൊപ്പനോൺ CH3CO CH3 പ്രൊപ്പനോൺ. ദെൻ ശ്രീധർ സെക്കൻഡ്. ഇവിടുത്തെ തേർഡിന്റെ പേരെന്തായിരിക്കും ശ്രീധർ? ഓൺലൈനിൽ ശ്രീധർ ഓൺലൈനിൽ അവിടെ തന്നെ ഇല്ലേ നിങ്ങള്? പ്രണവ് പറഞ്ഞേ ഇതിന്റെ പേര് തേർഡ്. പ്രണവ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേ. എന്തായിരുന്നു മോനെ ഇതിന്റെ പേര്? ബ്യൂട്ടനോൺ കേട്ടോ. ഓക്കെ. ബ്യൂട്ടനോൺ 1 2 3 4. ഇതിന് പൊസിഷൻ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്താ ബ്യൂട്ടനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇട്ടാലും ഒരു ബ്യൂട്ടനോണേ ഉള്ളൂ. അല്ലെങ്കിൽ പൊസിഷൻ പറഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ. കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ബ്യൂട്ടൻ 2 ഓൺ അല്ലെങ്കിൽ ബ്യൂട്ടനോൺ. ഓക്കെ എഴുതിക്കോ. ബ്യൂട്ടൻ 2 ഓൺ എന്ന് എഴുതാം, ബ്യൂട്ടനോൺ എന്ന് എഴുതാം. ബോത്ത് ആർ റൈറ്റ്. ദെൻ ഫോർത്ത് എന്തായിരിക്കും പേര്? ഒന്നുകൂടി പറഞ്ഞു അല്ലെ. അങ്ങനെയൊക്കെ പറയാൻ നോക്കി കേട്ടോ ഓർത്ത് നോക്ക കേട്ടാ. അവിടെ അയാൾ ആലോചിച്ചതിന് ഒരു കാരണമുണ്ട് കേട്ടോ ഓർത്ത് നോക്ക. ബിലാല് അങ്ങനെ തിങ്ക് ചെയ്യുന്നതിനൊക്കെ ഒരു കാരണമുണ്ട്. വലിയ ചെയിൻ ബെൻസീൻ ആണ് അല്ലെ ഓർത്ത് നോക്ക. വലിയ ചെയിൻ ബെൻസീൻ ആണ്. അപ്പോ സി വരുമ്പോ അല്ലെ അങ്ങനെയാണ് ആലോചിച്ചത്. പക്ഷെ ഇവിടത്തെ റൂൾ ഇതാണ്, ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് റൂൾ. എങ്ങനെയാ? ലോങ് ചെയിൻ കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്. അങ്ങനെയാണെങ്കിൽ ലോങ് ചെയിൻ സൈക്ലിക് ആണെങ്കിൽ അതില് ഉള്ളിൽ സി ആയിരിക്കണം. മനസ്സിലായി? അപ്പൊ ലോങ് ചെയിൻ എടുക്കുമ്പോ എന്താണ് അതിനകത്ത് കാർബൺ ഉണ്ടെങ്കിൽ മാത്രമേ അത് ലോങ് ചെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് ബ്രാഞ്ച് ആണ് കേട്ടോ. ഓക്കെ. ബിലാൽ തന്നെ പറയൂ കേട്ടോ ആൻസർ. ദെൻ ഇവിടെ നോക്കിയോ 1 2 3 ഇതാണ് ലോങ് ചെയിൻ. അപ്പോ ബെൻസീൻ ബ്രാഞ്ചായ 1 ഫിനൈൽ എന്തായിരിക്കും? 1 ഫിനൈൽ പ്രൊപ്പനോൺ. ഇതിനൊരു കോമൺ നെയിം ഉണ്ട്. എൻട്രൻസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണത്. എപ്പോഴും ചോദിക്കുന്നതാണ് പ്രൊപ്പിയോഫിനോൺ. IUPAC നെയിം ഓഫ് പ്രൊപ്പിയോഫിനോൺ കേട്ടോ. ഓക്കെ. അത് വരുന്നതാണ്. അപ്പൊ പ്രൊപ്പിയോഫിനോൺ എന്ന് എഴുതുക കേട്ടോ. കോമൺ നെയിം പ്രൊപ്പിയോഫിനോൺ. IUPAC നെയിം എന്തായിരിക്കും? 1 ഫിനൈൽ പ്രൊപ്പനോൺ. 1 ഫിനൈൽ പ്രൊപ്പനോൺ. 1 ഫിനൈൽ പ്രൊപ്പനോൺ. 1 ഫിനൈൽ പ്രൊപ്പനോൺ കേട്ടോ. 1 ഫിനൈൽ പ്രൊപ്പനോൺ. നിങ്ങൾക്ക് അല്ലാതെ തന്നെ നിങ്ങൾ ഓർത്ത് നോക്കുന്നതാണ് അസറ്റോഫിനോൺ. ഏതായിരുന്നു അസറ്റോഫിനോൺ? COCH3. അത് എവിടെയാ നിങ്ങൾ ആദ്യം പഠിച്ചത്? ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ അല്ലെ. 11th നമ്മൾ ഫ്രിഡൽ ക്രാഫ്റ്റ് പഠിപ്പിച്ചപ്പോഴാണ് എന്താണ് അസൈലേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അസറ്റോഫിനോൺ അല്ലെ. ബെൻസീന്റെ ഇങ്ങനെ മുകളിൽ എന്ത് വരും? COCH3. അപ്പൊ അതിന്റെ IUPAC നെയിം എന്തായിരിക്കും? 1 ഫിനൈൽ എത്തനോൺ. ഓർത്ത് നോക്കാം 1 ഫിനൈൽ. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി 1 ഫിനൈൽ പ്രൊപ്പനോൺ അല്ലെ. പ്രൊപ്പൻ 1 ഓൺ ആണ് വരുന്നത് ഇവിടേക്ക്. 1 ഓൺ ഈ കോമ്പൗണ്ടുകൾക്കേ വരുള്ളൂ, അല്ലാത്തതിന് വരില്ല കേട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്ത് നോക്കണം കേട്ടോ. 1 ഫിനൈൽ പ്രൊപ്പനോൺ. ദെൻ ഇത് കോമൺ നെയിമോ IUPAC നെയിം സെയിം ആണ്. ബെൻസോഫിനോൺ എന്ന് എഴുതി വെച്ച്. ബെൻസോഫിനോൺ.
ബെൻസോഫിനോൺ. ഇതിന്റെ ഐയുപാക് നെയിം 1-phenyl പ്രൊപ്പനോൺ കേട്ടോ. ഓക്കെ, 1-phenyl പ്രൊപ്പനോൺ. കോമൺ നെയിം എന്തായിരുന്നു? പ്രൊപ്പിയോഫിനോൺ കേട്ടോ, ഓർത്ത് നോക്കാം. പ്രൊപ്പിയോഫിനോൺ. ഇതിന്റെ പേര് ബെൻസോഫിനോൺ. ബെൻസോഫിനോൺ കേട്ടോ. PHONE വരും കേട്ടോ. ഓക്കെ, ബെൻസോഫിനോൺ. അപ്പോൾ നോമൻക്ലേച്ചറിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള ലെവല് ആദ്യത്തേൽ ഇത്രയൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ, ഓർത്ത് നോക്കുക. എല്ലാ ചാപ്റ്ററിലെയും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ടേബിൾ കാണും നോമൻക്ലേച്ചറിന് വേണ്ടിയിട്ട്. ആ ടേബിളിൽ നിന്നാണ് കൂടുതൽ പാസ്റ്റ് ഇയേഴ്സ് വന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഓർത്തു കഴിഞ്ഞാൽ ഇത് ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിൽ എക്സസൈസ് ക്വസ്റ്റൻ ഉണ്ട്. അത് നല്ല ടഫ് ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ നോർമലി ആദ്യത്തെ ലെവലിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓർത്ത് നോക്കുക, ഇവിടേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ 12.2 7th ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ, അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല കാണാൻ നല്ല രസമാണ് ആക്ച്വലി കേട്ടോ, ഓർത്ത് നോക്കാം. പക്ഷെ നമ്മളിപ്പോൾ അത് ചെയ്യാത്തതിന്റെ കാരണം ഇന്ന് നിങ്ങൾ വൈകി വന്ന ആൾക്കാർക്ക് കേട്ടിട്ടുണ്ടാവില്ല. അതിന് മുമ്പ് പറഞ്ഞാണ് നോമൻക്ലേച്ചർ ആയിട്ട് ചോദിക്കുന്ന പരിപാടി ഇപ്പോൾ എന്താണ് CBSEയിൽ വളരെ കുറവാണ്. പക്ഷെ ഇത് പഠിക്കുന്ന മുഴുവനും കൺവേർഷനും ABCD ഒക്കെ ചോദിക്കുമ്പോൾ എന്താണ് പ്രൊപ്പിയോഫിനോൺ കൺവേർട്ട് ടു എന്താണ് എത്തനാൽ, അങ്ങനെ ഒരു ചോദ്യം വരികയാണ് എങ്കിൽ നമുക്ക് പ്രൊപ്പിയോഫിനോൺ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ തന്നെ തീർന്നു അവിടെ, മനസ്സിലായി? ഓക്കെ, അപ്പോൾ 5 മാർക്കിന്റെ ക്വസ്റ്റിനിൽ ആദ്യം കിടക്കുന്ന പ്രൊപ്പിയോഫിനോൺ ആണ്. പ്രൊപ്പിയോഫിനോൺ റിയാക്ട് വിത്ത് ദാറ്റ് കോമ്പൗണ്ട് B to form C, C to form D എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന സമയത്ത് കിട്ടിയ ആ 4 മാർക്ക് ഉണ്ട്, കിട്ടും. ഇല്ലെങ്കിൽ 0. അവിടെയാണ് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ടഫ്നെസ് ആയിട്ട് വരുന്ന ഒരു ഏരിയ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേരറിയുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഓർത്ത് നോക്കുക. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് കോംപ്ലക്സ് ആയിട്ടുള്ള അധികം ഒന്നും ഇടാതെ വെറുതെ സിമ്പിൾ ആയിട്ടുള്ള ആ നോമൻക്ലേച്ചറിന്റെ ബേസിക് ഐഡിയാസ് ഒക്കെ ചെയ്തു. പിന്നെ നമ്മൾ എന്താണ് ലാസ്റ്റ് വരുന്ന സമയത്ത് കുറേയും കൂടി എടുക്കും, കുറച്ചും കൂടി എന്താണ് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റൻസും എല്ലാവരും ഒക്കെ ഇടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഹെഡിങ്ങിലേക്ക് പോകാം കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക, പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. അതിനിടയ്ക്ക് ചെറിയൊരു ടോപ്പിക് ഉണ്ട്. ആ സ്മോൾ ടോപ്പിക് ഇതാണ്, സ്ട്രക്ചർ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ആണ്. സ്ട്രക്ചർ എന്തായിരിക്കും ആൽഡിഹൈഡിന്റെ കീറ്റോണിന്റെ? സ്ട്രക്ചർ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ എന്തായിരിക്കും ഒന്ന് പറഞ്ഞേ. ഡബിൾ ബോണ്ട് വന്നാൽ എന്ത് ഹൈബ്രിഡൈസേഷനാ? ഡബിൾ ബോണ്ട് വന്നാൽ എന്തായിരിക്കും? sp2. ഓക്കെ, ഒരു മിനിറ്റ്. പ്രണവ്, ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ വിസിബിൾ ആണോ? ഇപ്പൊ ഒരാൾ വിളിച്ചിട്ട് ഓൺലൈനിൽ എന്നെ കാണാനില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. അല്ല, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത്. ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. അത് ഉണ്ട്, ഇത് വേറെ കുഴപ്പമൊന്നും കാണിക്കണില്ല, ഇതുവരെ കാണിക്കണം. അപ്പൊ ഇപ്പൊ ആഷിക വിളിച്ചിട്ട് പറഞ്ഞു സാറിന് കാണാനില്ല.
അല്ല ഇതല്ലേ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാവുമ്പോ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇപ്പോ വിസിബിൾ ആണ്, ഇപ്പൊ ആശയൊക്കെ വന്നിട്ടുണ്ട്. ശ്രീധർ, ശ്രീധർ, ഇത് ഇത്ര സമയം നിങ്ങൾ ഉണ്ടായില്ലേ? ബാക്കി ആൾക്കാരൊക്കെ എനിക്ക് കാണാമായിരുന്നു, ആശിക ഉണ്ടായിരുന്നില്ല. ബാക്കി പ്രണവ്, ശ്രീധറൊക്കെ നിങ്ങൾ ഓക്കെ ആയിരുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാതിരിക്കണ്ടായിരുന്നു, എന്നിട്ട് ഇവര് ചോദിച്ചറിയാം. ആണല്ലേ? ഓക്കെ, എന്നാ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ പ്രണവ്, കേട്ടോ. ഓക്കെ, കാരണം ഇവിടെ സ്ക്രീൻ ഒരു കുഴപ്പമില്ല കേട്ടോ. ഓർത്തോക്കെ എന്നെ കാണാം, ഇത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇടക്കിടക്ക് നിങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ആകെ ദേഷ്യം കയറുന്നുണ്ട്, കാരണം ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യണില്ല കേട്ടോ. ഓക്കെ, ഇവര് ചോദിച്ചറിയാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെ കട്ട് ആവുകയാണെങ്കിൽ ഒന്ന് വിളിക്കുകയൊക്കെ ചെയ്താൽ മതി കേട്ടോ, കുഴപ്പമില്ല. നമ്മൾ അടുത്ത ടോപ്പിക് എഴുതാൻ പോകണുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മൾ നോമൻക്ലേച്ചർ ആണ്. നിങ്ങൾ ആ ഗ്യാപ്പിൽ വേറെ ഒന്നുമില്ല, നോമൻക്ലേച്ചറിന്റെ ഒരു ഏരിയ ആണ്. ആ നേരത്തെ ബോർഡിൽ എഴുതിയേക്കുന്നതിന് പേര് പറയിപ്പിക്കുക ചെയ്തത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നത് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ആണ്. അതിനു മുമ്പ് അതിന്റെ ഇടയിൽ ഒരു സ്ട്രക്ചർ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ഉണ്ട്, എഴുതണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ C+O ആണ് നമുക്ക് വരുന്നത് അല്ലെ. RCHO എന്ന് പറഞ്ഞാൽ RC+O H കേട്ടോ, ഓർത്ത് നോക്കുക. ഇനി കീറ്റോൺ ആണെങ്കിൽ എന്തായിരിക്കും? RC+O R. ഡബിൾ ബോണ്ടോ വന്നാൽ അത് എന്തായിരിക്കും? sp2. ഡബിൾ ബോണ്ടോ വന്നാൽ എന്തായിരിക്കും? sp2. അപ്പൊ എവിടെയൊക്കെയാണോ ഡബിൾ ബോണ്ട് വരുന്നത് sp2. sp2ന്റെ ഷേപ്പ് എന്താ? sp2ന്റെ ഷേപ്പ് എന്താ? ട്രയഗണൽ പ്ലാനർ കേട്ടോ, ഓർത്ത് നോക്കുക. എന്തായിരുന്നു? ട്രയഗണൽ പ്ലാനർ. അപ്പോ ട്രയഗണൽ പ്ലാനറിന്റെ ബോണ്ട് ആംഗിൾ എത്രയായിരിക്കും? 120 ഉണ്ടോ, ഓർത്ത് നോക്കുക. അപ്പോ സ്ട്രക്ചർ അതാണ് ആൽഡിഹൈഡിന്റെ കീറ്റോണിന്റെ. ഇനി കാർബോക്സിലിക് ആസിഡ് സ്ട്രക്ചർ അപ്പൊ എന്തായിരിക്കും? ഒരെണ്ണത്തിനായിട്ട് പഠിക്കാൻ പറ്റില്ല, 4 ചാപ്റ്റർ അങ്ങനെയുള്ളൂ, ഓർത്ത് നോക്കാം. കാർബോക്സിലിക് ആസിഡ് എന്താ? RC+O ഡബിൾ ബോണ്ടോ വന്ന sp2 ഹൈബ്രിഡൈസേഷൻ ട്രയഗണൽ പ്ലാനർ. അപ്പൊ ഈ ചാപ്റ്ററിലെ എല്ലാ ആൾക്കാരും എന്താ? ട്രയഗണൽ പ്ലാനർ അങ്ങനെ പഠിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, ഇനി ആൽക്കഹോൾ ആണെങ്കിൽ എന്തായിരിക്കും? ആൽക്കഹോളിന് എന്ത് ബോണ്ടായിരുന്നു? ആൽക്കഹോൾ ROH അല്ലേ, അപ്പൊ എന്തായിരിക്കും? സിംഗിൾ ബോണ്ട് അല്ലേ. സിംഗിൾ ബോണ്ട് വന്നാൽ എന്ത് ഹൈബ്രിഡൈസേഷൻ? sp3. sp3യുടെ ഷേപ്പ് സിംഗിൾ ബോണ്ട് വന്ന sp3 കേട്ടോ. ട്രിപ്പിൾ ബോണ്ട് വന്ന sp കേട്ടോ, ഓർത്ത് നോക്കുക. ട്രിപ്പിൾ ബോണ്ട് വന്ന sp. അപ്പോ സിംഗിൾ ബോണ്ട് ആണ്, sp3 ആണ്. sp3യുടെ ഷേപ്പ് എന്തായിരിക്കും? ടെട്രാഹെഡ്രൽ. ബോണ്ട് ആംഗിൾ 109.5 ഉണ്ടോ, ഓർത്ത് നോക്കുക. അപ്പോ sp3 ആണ്, സിംഗിൾ ബോണ്ട് വന്നു. RNH2 നൈട്രജൻ അല്ലേ, ഹൈഡ്രജൻ അല്ലേ, ഓർത്ത് നോക്കുക. RNH2 പക്ഷേ അവിടെ സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ നോർമലി എന്ത് തന്നെയാണ്? sp3 തന്നെയാണ്. പക്ഷേ നമ്മുടെ NH3യുടെ ഷേപ്പ് ഓർമ്മയുണ്ടോ? പിരമിഡൽ എന്ന് പറയുന്ന, അതാണ് കറക്റ്റ്. ഒരു ലോൺ പെയർ വരും, പിരമിഡൽ വരും കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് നോക്കുന്ന സെക്ഷൻസ് ആയിട്ട് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കുക. അല്ലാതെ പുതിയതായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് വെറുതെ കാണാതെ പഠിക്കാൻ നോക്കരുത്. ആ റിലേഷൻഷിപ്പ് ഒന്ന് ഓർത്ത് നോക്കുക. അപ്പൊ സിംഗിൾ ബോണ്ട് വന്ന sp3 ഷേപ്പ് എന്തായിരിക്കും? ട്രയഗണൽ സിംഗിൾ ബോണ്ട് വന്ന sp3 ടെട്രാഹെഡ്രൽ. ദെൻ ഡബിൾ ബോണ്ട് വന്ന ട്രയഗണൽ പ്ലാനർ കേട്ടോ. ഓക്കെ, ഈ ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പേര് പറ. ഇവിടെ പറഞ്ഞു CN, RCN കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ കേട്ടോ, ഓർത്ത് നോക്കുക. RCN, CN തരുള്ളൂ, ഇതുപോലെ ട്രിപ്പിൾ ബോണ്ടും തരില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഷേപ്പ് എന്തായിരിക്കും? sp.യുടെ ഷേപ്പ് ലീനിയർ. അത്രേ ഉള്ളൂ പരിപാടി കേട്ടോ. ഓക്കെ, അപ്പോ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമായിരിക്കും, ഓർത്തിരിക്കാൻ നല്ല കാര്യമായിരിക്കും കേട്ടോ. ഓക്കെ, അല്ലാതെ വെറുതെ അവിടെ ഹെഡിങ് ഉണ്ട് അത് കണ്ട അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇനി ഹെഡിങ് എഴുതി വെക്കുക കേട്ടോ എല്ലാവരും. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ഹെഡിങ് എഴുതി വെച്ചേ, പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. First heading, by oxidation of alcohol. By oxidation of alcohol. By oxidation of alcohol. ടെക്സ്റ്റ് ബുക്കിൽ ഒറ്റ ഇക്വേഷൻ എഴുതി വെച്ചിട്ടില്ല, കാരണം എന്താ? റഫർ എഴുതി വെച്ചിട്ടുള്ളൂ കേട്ടോ, ഓർത്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്കില് ഇതിന്റെ തന്നേക്കുന്നത് കണ്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ എഴുതും. അപ്പൊ ഇത് എവിടെ നിന്ന് വന്നു പിന്നീട് ആലോചിക്കരുത് കേട്ടോ. ഓക്കെ, കാരണം നമ്മൾ വേറെ ചാപ്റ്ററുകളിലുള്ളതാണ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഈ 4 എണ്ണം, ഈ 4 ഹെഡിങ്ങിന്റെ അവിടെ ഒറ്റ ഇക്വേഷൻ ഒന്നും തന്നിട്ടില്ല, പക്ഷെ അതിന്റെ കണ്ടമാനം ക്വസ്റ്റ്യൻസ് ഇപ്പുറത്തുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ടുള്ളത് കണ്ടോ, ഇത് കഴിഞ്ഞ് 2 പേജ് കഴിയുമ്പോൾ ഇതിന്റെ താഴെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻസർ ഒന്നും ഇല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ അതെല്ലാം ചെയ്യാൻ നോക്കണം. അത് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെങ്ത് ആണെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ ക്വസ്റ്റ്യൻസ് ആണ് ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ. ഓക്കെ, ഹെഡിങ് എഴുതി വെച്ചോ. അതിന്റെ ഇക്വേഷൻ എഴുതാം നമുക്ക്. RCH2OH ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ പേരെന്താ? പ്രൈമറി ആൽക്കഹോൾ. പ്രൈമറി ആൽക്കഹോളിന് മൈൽഡ് ഓക്സിഡേഷൻ ഏതായിരുന്നു? CrO3 ഓർ എന്തായിരുന്നു? PCC, പിരിഡിനം ക്ലോറോക്രോമേറ്റ്. ആൽക്കഹോൾ ഫിനോൾ ആൻഡ് ഈതറിൽ പഠിച്ചതാണ് കേട്ടോ, ഓർത്ത് നോക്കുക. അവിടെ നിന്നാണ് ഇതിന്റെ ജനറേഷൻ. അപ്പൊ എന്ത് വരും? RCH. വേഗം എടുത്ത് എഴുതുക കേട്ടോ. RCH ഇവിടെ എഴുതണം മൈൽഡ് ഓക്സിഡേഷൻ. ഇവിടെ എഴുതണം എന്താ എഴുതണം? പ്രൈമറി ആൽക്കഹോൾ. ഇവിടെ എന്ത് എഴുതണം? ആൽഡിഹൈഡ്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് പ്രൈമറി ആൽക്കഹോൾ മൈൽഡ് ഓക്സിഡേഷൻ ടു ഫോം ആൽഡിഹൈഡ് കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് സെക്കൻഡറി ആൽക്കഹോൾ. എങ്ങനെയിരിക്കും സെക്കൻഡറി ആൽക്കഹോൾ? ഇത് ഇവിടെ നോക്കിയേ, ഇവിടെ OH അല്ലേ? ഓക്കെ, ഇവിടെയൊക്കെ കാർബൺ ചെയിനുകൾ ഉണ്ടായിരിക്കും. ദെൻ സെക്കൻഡറി ആൽക്കഹോളിന് നമ്മൾ എന്ത് ചെയ്യും? സെയിം റിയേജന്റ് കേട്ടോ, ഓർത്ത് നോക്കുക. സെയിം റിയേജന്റ് ആണ് CrO3 ഓർ എന്ത് വരും? PCC കേട്ടോ. PCC സെയിം PCC തന്നെയാണ്. കൊടുത്തു കഴിഞ്ഞാൽ RC ഡബിൾ ബോണ്ടോ R കേട്ടോ, ഓർത്ത് നോക്കുക. കീറ്റോൺ ആണ്. ഇവിടെ സെക്കൻഡറി ആൽക്കഹോൾ മൈൽഡ് ഓക്സിഡേഷൻ കീറ്റോൺ. സെക്കൻഡറി ആൽക്കഹോൾ മൈൽഡ് ഓക്സിഡേഷൻ കീറ്റോൺ. സെക്കൻഡറി ആൽക്കഹോൾ മൈൽഡ് ഓക്സിഡേഷൻ കീറ്റോൺ. ഇനി നമ്മളിപ്പോ എഴുതിയ ഹെഡിങ് എന്തായിരുന്നു? ഓക്സിഡേഷൻ അല്ലെ? ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ. ഇതിന്റെ താഴെ അടുത്ത ഹെഡിങ് എഴുതി വെക്കുക. ബൈ ഡീഹൈഡ്രജനേഷൻ ഓഫ് ആൽക്കഹോൾ. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ ഹെഡിങ് അതുപോലെ തന്നെ എഴുതാണ്. ബൈ ഡീഹൈഡ്രജനേഷൻ ഓഫ് ആൽക്കഹോൾ. ഡീഹൈഡ്രജനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓക്സിഡേഷൻ. അത് തന്നെ കേട്ടോ. ഈ ഹെഡിങ് രണ്ടും സെയിം ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ഡീഹൈഡ്രജനേഷൻ ഓഫ് ആൽക്കഹോൾ. എന്തുകൊണ്ട് ആ ഹെഡിങ് എന്ന് പറയാൻ കാരണം ഇതിനു മുമ്പ് പഠിച്ച ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇതിന്റെ തൊട്ട് താഴെ, ഈ ക്വസ്റ്റിന് തൊട്ട് താഴെ തന്നെ അതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ കാര്യം തന്നെയാണ്, റിയേജന്റ് മാത്രം വ്യത്യാസം ഇടാം. അപ്പോൾ ഓറിട്ട് ആണ് സാധാരണ ഞാൻ എഴുതാറ്, വേറെ ഒന്നുമില്ല. ഒന്ന് ഓർത്തു വെക്കുക, ഏതെങ്കിലും ഒരു റിയേജന്റെങ്കിലും ഓർത്തു വെച്ചേക്കണം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കോപ്പർ ആൻഡ് 573 കെൽവിൻ. കോപ്പർ ആൻഡ് 573 കെൽവിൻ കേട്ടോ. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കിട്ടും. കോപ്പർ 573 കെൽവിൻ വേഗം എഴുതാം കേട്ടോ. ഓക്കെ, ഇവിടെ എന്ത് എഴുതണം? പ്രൈമറി ആൽക്കഹോൾ എന്ത് കിട്ടും? ആൽഡിഹൈഡ്. സെക്കൻഡറി ആൽക്കഹോൾ കീറ്റോൺ. സെക്കൻഡറി ആൽക്കഹോൾ കീറ്റോൺ. അപ്പോ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ രണ്ട് അല്ലെ ടൈപ്പ് പ്രിപ്പറേഷൻ ഇതിനു മുമ്പ് പഠിച്ചത് നമ്മൾ ക്ലിയർ ആയി. അടുത്താണ് ഓസോണോലൈസിസ് റിയാക്ഷൻ. നെക്സ്റ്റ് തേർഡ് ഹെഡിങ് ഓസോണോലൈസിസ് റിയാക്ഷൻ. അതെവിടെയാ പഠിച്ചത് നമ്മള്? ഓസോണോലൈസിസ് 11th അല്ലെ? 11th ഓസോണോലൈസിസ് പഠിച്ചത്. ആൽക്കീന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ. ഇവിടെയാണ് നമ്മൾ ഓസോണോലൈസിസ് എന്ന് പറയുന്ന റിയാക്ഷൻ പഠിച്ചത്. ഓസോണോലൈസിസ് കേട്ടോ. അപ്പോൾ ഓസോണോലൈസിസിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ എഴുതി പോകുന്നത്. അതിൽ നിന്നൊരു മെത്തേഡ് അല്ലെങ്കിൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കണം. CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതിലേക്ക് ഓസോൺ എന്ന് പറയുമ്പോൾ എന്താ? O3 പ്ലസ് O3 ആഡ് ചെയ്യും. ഇപ്പൊ ഈ വരക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഇത് വരക്കുന്നത് ഇതിനു മുമ്പ് പഠിച്ചേക്കുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എഴുതണ്ട കേട്ടോ, അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ എഴുതരുത്. കാരണം അത് എഴുതി കഴിഞ്ഞാൽ ഈ 12th ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഗൈഡുകളിൽ ഇഷ്ടംപോലെ ഗൈഡുകളിൽ അങ്ങനെ തന്നെയാണ് കാണാറ്. പക്ഷെ അത് ഭയങ്കര എറർ വരും കേട്ടോ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അത് എഴുതണ്ട കേട്ടോ, ഓർത്ത് നോക്കാം. ഞാൻ പറഞ്ഞുതരാം, ഒരെണ്ണം വേണമെങ്കിൽ എഴുതിക്കോ കേട്ടോ. ഓക്കെ, എന്നുള്ളതല്ലാതെ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് വരും കേട്ടോ, ഓർത്ത് നോക്കതേ. ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. അപ്പൊ എന്ത് വരും? CH3 CHO. എന്താ കിട്ടുന്നത്? CH3 CHO പ്ലസ് ഇവിടെ CH2O. CH2O നെ സ്ട്രക്ചർ ആക്കി എഴുതിയാൽ
എന്ത് വരും? HCH. CH2 എന്ന് പറയുമ്പോൾ C ഡബിൾ ബോണ്ടോയും 2 H വരും. അപ്പൊ HCHO. അപ്പൊ എന്താ കിട്ടുക? എത്തനാലും മെത്തനാലും. ഒരെണ്ണം നിങ്ങൾ എഴുതിക്കോ, ഇതുപോലെ തന്നെ എഴുതിക്കോ കേട്ടോ. ഓക്കെ. പക്ഷെ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കണ്ട. പഠിക്കുന്ന ഒരു മെത്തേഡ് പറഞ്ഞുതരാം, ആ രീതിയിൽ തന്നെ ഓർത്തു വെക്കാം. ഇതിനെ വിളിക്കുന്ന ആ മിഡിൽ ആയിട്ടുള്ള വിളിക്കുന്ന ആളുടെ പേര് ഓസോണോയിഡ് എന്നാണ്. എന്താ വിളിക്കുന്നത്? ഓസോണോയിഡ്. 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 ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നോർമലി ഇങ്ങനെയാണ് എഴുതി എല്ലായിടത്തും ചെയ്തു വരിക. പക്ഷെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മിക്കപ്പോഴും ഇത് തരും, എന്നിട്ട് ഇത് ചോദിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കണ്ടെത്താനായിട്ടുള്ള മെത്തേഡ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ പ്രോഡക്റ്റിൽ അവിടെയൊക്കെ കൺഫ്യൂഷൻ ആക്കി ഇതൊക്കെ വരച്ച് വേറെ വല്ലതിലോട്ടൊക്കെ പോകും. ഇത് ഇന്ന് നേരെ ഇതിലേക്ക് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഒറ്റ വേർഡ് ഉള്ളൂ. ഡബിൾ ബോണ്ടില്ലേ അവിടെ ഇങ്ങനെ ടക്ക് എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുക. ഡബിൾ ബോണ്ടില്ലേ അവിടെ എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. എന്നിട്ട് രണ്ട് സൈഡിലേക്കും ഓരോ ഓക്സിജൻ വെച്ച് ഫിക്സ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഇത് ചോദിച്ചാൽ എങ്ങനെ കണ്ടെത്തും? എവിടെയാണോ ഓക്സിജൻ കാണുന്നത് ആ ഓക്സിജൻ മാറ്റിട്ട് രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. എവിടെയാണോ ഓക്സിജൻ കാണുന്നത് അത് രണ്ടും എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അല്ലെ, ഡബിൾ ബോണ്ട് ഇട്ട് ജോയിൻ ചെയ്യണം. ഇതാണ് ഓർത്ത് വെക്കേണ്ട മെയിൻ കാര്യം. അപ്പോൾ ഇവിടെ നിന്ന് ഇത് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഡബിൾ ബോണ്ട് വരുന്ന പൊസിഷൻ മാച്ച് കളയാ. അല്ലെ, ഓർത്ത് വെക്കുക. ഇത് കണ്ടോ, ഇത് കണ്ടാൽ ഞാൻ അപ്പൊ തന്നെ ഇത് ഇവിടെ മായ്ക്കുക പെൻസിൽ വെച്ചിട്ട് ആ ഡബിൾ ബോണ്ട് കേട്ടോ. ഓക്കെ. എന്നിട്ട് ഇവിടെ ഒരു ഓ കൊടുക്കുക. ഇവിടെ ലോജിക്ക് വെച്ചൊന്നും ആലോചിക്കണ്ട, വെറുതെ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ എറർ വരും കേട്ടോ. ഓക്കെ കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഒരെണ്ണം തരാം. ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് ഇത് തന്നേക്കുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു എക്സാമ്പിൾ പോലും തന്നിട്ടില്ല. എവിടെ പോയി പഠിക്കാനാണ് പറഞ്ഞേക്കുന്നത്? 11th. പക്ഷെ ബാക്കിലെ ക്വസ്റ്റ്യൻസും ഇതും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ സ്ട്രെങ്ത് മനസ്സിലാവും കേട്ടോ. ഓർത്ത് വെക്കാം. മാച്ചോട്ടെ. ഓക്കെ അല്ലേ? ഇത്ര എഴുതിയല്ലോ. ആ ചോദിച്ചു. ഡബിൾ ബോണ്ടിൽ മാത്രം ബ്രേക്ക് ചെയ്യും, ട്രിപ്പിൾ ബോണ്ടിൽ വരില്ല കേട്ടോ. ഇതിലേക്ക് O3 ഒസോണലൈസിസ് ചെയ്താൽ എന്ത് കിട്ടും? O3 ZnH2 ഒരുമിച്ചാണ്, ഇന്റർമീഡിയറ്റ് വേണ്ട, ഒറ്റയടിക്ക് എന്തായിരിക്കും? അസറ്റോണും പ്രൊപ്പനോൺ ആണോ? പ്രൊപ്പിയോ ഫിനോൺ അല്ലെ, അല്ലെങ്കിൽ 1-ഫിനൈൽ പ്രൊപ്പനോൺ. എവിടെ ബ്രേക്ക് ചെയ്യും? കണ്ടോ, ഇവിടെ ചെയ്യണ പരിപാടിയൊക്കെ ചെയ്ത് കണ്ടോ, ഇവിടെ അങ്ങ് ബ്രേക്ക് ചെയ്തു അല്ലെ. ഓർത്ത് നോക്കാം. ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യും? ഇത് കണ്ടോ, ഞാൻ എഴുതുമ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ ചെയ്യുള്ളൂ. ഇവിടെ ശ്രദ്ധിച്ചോട്ടോ, ഇതുണ്ടോ, ഈ സീഡ് ഇപ്പുറത്ത് കൊടുത്താലും ഇവിടെ കൊടുത്താലും സെയിം അല്ലേ? ഇതുണ്ടോ, ഇതാണ് ആൻസർ. ഇങ്ങനെ എഴുതി പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതുമ്പോൾ ആ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എടുക്കുക, അല്ലെങ്കിൽ എറർ വരും കേട്ടോ. ഓർത്ത് നോക്കുക. ഇതിന് പല കേടുകളിലും ഇപ്പുറത്തേക്ക് ഈ സി ഇതിനെ കൊണ്ടുവന്ന് നേരെയാക്കി അങ്ങനെ കഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ട് ഇവിടെ എറർ വരാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ വരക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ വളരെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെയാണ് ഡബിൾ ബോണ്ട്. ആൻസർ വരുമ്പോ എന്താ കിട്ടുന്നത് അല്ലെ? ഇതേ ആൻസറിന്റെ അതേ പാറ്റേൺ തന്നെ എഴുതുകയാണെങ്കിൽ ഇതേ ഇത് കണ്ടോ, CH3CO CH3, ഇതിന്റെ പേര് പ്രൊപ്പനോൺ. ഓക്കെ. പ്ലസ് ഇത് കണ്ടോ, ബെൻസീൻ റിംഗ്, ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് കേട്ടോ. ഓക്കെ. ഇതിന്റെ ചോദ്യം കാണിച്ചു തരാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ആൾക്കാർ എടുത്തു വെക്കുക, ഇല്ലാത്ത ആൾക്കാരൊന്നും നോട്ട് ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്കില എക്സസൈസില 17 അതില 9th ക്വസ്റ്റ്യൻ. 17 അതില 9th ക്വസ്റ്റ്യൻ കേട്ടോ. 17 ടെക്സ്റ്റ് ബുക്കാണ്. അതില 17ലെ 9th ക്വസ്റ്റ്യൻ കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അത് നോക്കുക. 17ലെ 9th ക്വസ്റ്റ്യൻ ഞാൻ എഴുതാം, അതിന്റെ ആൻസർ തനിയെ എഴുതിയിട്ട് അല്ലെ. ഇപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി.
ക്ലിയർ ആയി? അപ്പോ എഴുതാൻ നോക്കുക. ഇത് ഓക്കെ അല്ലേ? പല കുട്ടികളുടെ ധാരണ ഇത് നിങ്ങൾ റെഫർ ചെയ്യാനായിട്ട് 11th പറഞ്ഞേക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ചോദിക്കില്ലെന്നാണ്. ഇല്ല, അത് ചോദിക്കും കേട്ടോ, ഓർത്ത് നോക്കുക. കാരണം ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസിൽ തന്നെ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത്. രഞ്ജു കിട്ടിയല്ലോ? ഉണ്ടാവും. വെരി ഗുഡ്. ആൻസർ എഴുതുക കേട്ടോ. ഓക്കെ, എന്നിട്ട് വന്നിട്ട് നോക്കാം. സിമ്പിൾ ടിപ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ തന്നെ ജോയിൻ ചെയ്താൽ മതി. വരച്ചു നോക്കിയോ, എറർ വരുന്നല്ലേ ഉള്ളൂ കേട്ടോ, ഓർത്ത് നോക്കാം. കിട്ടിക്കഴിയുമ്പോൾ ഒന്ന് കാണിച്ചു തരണം കേട്ടോ. ഇതിന്റെ മീനിങ് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ആരാ? ഇവിടെ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഉണ്ട്, അത് ആരാണെന്ന് കണ്ടെത്തണം. ഇങ്ങനെയാ കൊടുത്തേക്കുന്നത്. അപ്പൊ എ കോമ്പൗണ്ട് എയിലേക്ക് അല്ലെങ്കിൽ ആ ആൽക്കീനാണ് അല്ലെ, ആ ആൽക്കീനിലേക്ക് ഇത് ആഡ് ചെയ്തപ്പോ കിട്ടിയേക്കുന്നതാണ്. കിട്ടി, ഗുഡ്. വെരി ഗുഡ് കേട്ടോ. ഓർത്തു ഒരാൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു, അവന് ഇതിന് കിട്ടി കഴിഞ്ഞു. വെരി ഗുഡ് കേട്ടോ. ഓക്കെ, റൈറ്റ് ആണ് കേട്ടോ. ആലോചിച്ചു കിട്ടുന്നേ, മെയിൻ ചെയ്ത് നല്ല വെച്ചായിട്ട് ട്രൈ ചെയ്യും. ഇതുണ്ട്, സയൻസിന് കിട്ടി തുടങ്ങി. കണ്ടോ? ഓക്കെ, ഇത് നിങ്ങൾക്കാണ് കിട്ടാത്തത്. കണ്ടോ, ഒരു ബാക്കിലല്ലോ. അത് എവിടെ കിട്ടി? റൈറ്റ് ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. റൈറ്റ് ആൻസർ ആയി. രണ്ടു പേർക്ക് ക്ലിയർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇതായിരിക്കും എഴുതിയേക്കുന്ന റൈറ്റ് ആണെന്ന് തോന്നുന്നു. ഡബിൾ ബോണ്ട് ഇട്ട് ജോയിൻ ചെയ്യണം. ഓക്സിജനെ റിമൂവ് ചെയ്യാം, അവരെ തമ്മിൽ ഡബിൾ ബോണ്ട് ഇടാം. അത് തന്നെ, യെസ്. ഉണ്ടോ? ഓക്കെ, വെരി ഗുഡ്. കിട്ടി, മിക്കവാറും കിട്ടി തുടങ്ങി. എവിടെ? ആ, റൈറ്റ്, വെരി ഗുഡ്. എന്താ ബിലാലിന് കിട്ടി. ഓക്കെ, ആ ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ. എവിടെ ഓക്സിജൻ വന്നാലും ഓക്സിജൻ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യാം, എന്നിട്ട് ജോയിൻ ചെയ്യാം. ഏതാ? അതെ അതെ, ആൽക്കീൻ ട്രീറ്റഡ് വിത്ത് ഓസോൺ അല്ലേ, അല്ലേ? അപ്പോൾ ഇതാണ് ലാസ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ആൽക്കീൻ എന്തായിരിക്കും? ഓക്സിജൻ റിമൂവ് ചെയ്യാം. കണ്ടോ, ഇപ്പൊ ഇതല്ലേ മോൻ്റെ കിട്ടിയത്? ഈ ഓക്സിജൻ അങ്ങ് റിമൂവ് ചെയ്യും. CH3 CH ഡബിൾ ബോണ്ട് CH2 അതല്ലേ ഇത്? അതുപോലെ മോൻ ഇതിനങ്ങ് റിമൂവ് ചെയ്ത് ഇവര് നമുക്ക് കേട്ടോ. ഓക്കെ, കിട്ടി അല്ലേ? അത് തന്നെ, റൈറ്റ്. ഓൺലൈനിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് എഴുതി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇത് ഫൈനൽ ആണ് അല്ലെ? ഫൈനലിൽ നിന്ന് ആൽക്കീൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്? എവിടെയാണോ ഓക്സിജൻ ആഡ് ചെയ്യുന്നത് ആ ഓക്സിജൻ ഇപ്പൊ എത്ര ഉണ്ട് ഇവിടെ? 2 കേട്ടോ, ഓർത്ത് നോക്കുക. ഇനി ഓർഗാനിക് കെമിസ്ട്രിയിൽ 2 എന്ന ഒരു തന്നെ നിർബന്ധമില്ല. കാരണം ഇത് എക്സസ് ആണെന്ന് ആലോചിച്ചേക്കണം. ആരാലോചിച്ചേക്കണം? നമ്മൾ ആലോചിച്ചേക്കണം. അങ്ങനെ ഒരു റൂൾ ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ 2 എന്ന് തന്നിട്ടില്ല എങ്കിൽ അതെന്താ? എക്സസ് കേട്ടോ. ഓക്കെ, 2 എന്ന് വരുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് അല്ലെ? ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ട്. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ആ രണ്ടെണ്ണത്തിന്റെ ഓക്സിജൻ റിമൂവ് ചെയ്യണം. ഓക്സിജൻ റിമൂവ് ചെയ്താൽ എങ്ങനെ ഇരിക്കും ആ കോമ്പൗണ്ട്? കണ്ടോ? ഓക്കെ, ഡബിൾ ബോണ്ട് കണ്ടോ, ഓർത്ത് നോക്കുക. ഈ കോമ്പൗണ്ട് ഇങ്ങനെ ഇട്ട് അങ്ങ് ചോദിച്ചു കണ്ടോ, ഓർത്ത് നോക്കുക. ഇത് സൈക്ലോഹെക്സീൻ ആണ് അല്ലെ? ഇത് 2 സൈക്ലോഹെക്സീൻസ് ജോയിൻ ചെയ്യുന്ന രീതിയിൽ വരും. കണ്ടോ? ഓക്കെ, അപ്പോൾ വേഗം വരച്ചു കേട്ടോ. ഓക്കെ, പിന്നെ ഇതിന്റെ നോമൻക്ലേച്ചർ ഈ ടൈപ്പ് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇതിന് വേറെ റൂൾ ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിന് വേറെ റൂളാണ് കേട്ടോ. ഓക്കെ, അങ്ങനത്തെ കുറെ ഏരിയ ഉണ്ട്. അപ്പോൾ വേഗം ഒന്ന് വരച്ചു കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആണ്. അങ്ങനെയാണെങ്കിൽ വേറെ ഒരെണ്ണം കൂടി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഓസോൺ അനാലിസിസ് ചോദിക്കുന്ന മെത്തേഡ് മിക്കപ്പോഴും ഇങ്ങനെയായിരിക്കും. കോമ്പൗണ്ട് എ,
member. ശ്രദ്ധിക്കുക, ഇത് എൻ്റെ ആൻസർ കീകളിലുണ്ട്, അല്ല ഗൈഡുകളിലും അതുപോലെയുള്ളതിലും വരുമ്പോൾ ഓസോണോയിഡ് വരച്ചിട്ടുണ്ടാവും ഇടയിൽ. ഒന്ന് ആലോചിച്ച് ഇതിൻ്റെ ഇടയിൽ ഓസോണോയിഡ് ഒക്കെ വരച്ച് അത് കഴിഞ്ഞിട്ട് അവർ നേരിട്ട് എഴുതുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇതാണ്. നിങ്ങൾ ചെയ്യേണ്ട കുഞ്ഞു റൂളുള്ളൂ. എവിടെയാണോ ഓക്സിജൻ അവരെ എന്ത് ചെയ്യുക, വായിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ കാർബൺ എവിടെയാണോ അവരെ തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പൊ കിട്ടും. കേട്ടോ, ഓർത്ത് വെക്കാം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടായി ആലോചിക്കണ്ട. കേട്ടോ, ഓർത്ത് വെക്കാം. നിങ്ങൾ ഒറ്റ റൂളുള്ളൂ, ഓക്സിജൻ റിമൂവ് ചെയ്യുക. ആ ഏതാണോ റിമൂവ് ചെയ്ത ഓക്സിജൻ അല്ലെ, ആ റിമൂവ് ചെയ്ത ഓക്സിജന്റെ കാർബൺ ആറ്റം തമ്മിൽ ഡബിൾ ബോണ്ട് ഇട്ട് ജോയിൻ ചെയ്യുക. അത്രേ ഉള്ളൂ പ്രോസസ്. പേരൊക്കെ വന്നോളും. എന്തിനാ അങ്ങനെ ആലോചിക്കണം? വരച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പേര് കൊടുക്കാമല്ലോ. കിട്ടി, ഗുഡ്. റൈറ്റ് ആണ്, ഗുഡ്. പേര് 1 2 3 1 ഫിനൈൽ 2 മീഥൈൽ ബെൻസീൻ. പ്രൊപ്പീൻ 1 ഫിനൈൽ അല്ല. റൈറ്റ്. 3 CH3. മാത്രമേ ഉള്ളൂ. ലോങ് ചെയിൻ 1 2 3 1 ഫിനൈൽ 2 മീഥൈൽ പ്രൊപ്പീൻ ഡബിൾ ബോണ്ട് പ്രയോറിറ്റിയാണ് ഇവിടെ. കേട്ടോ, ഓക്കെ. അപ്പം ആലിഫാറ്റിക്കും ക്ലോസ് ചെയിനും വരുന്ന സമയത്ത് ആലിഫാറ്റിക്കിന് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്ന പ്രയോറിറ്റി കയറും. കേട്ടോ, ഓക്കെ. റൈറ്റ്. അപ്പം എല്ലാവരും കേട്ടോ ഓർത്ത് നോക്കാം. എവിടെ നിന്നാണ് ഓക്സിജൻ റിമൂവ് ചെയ്യുന്നത് അവർ തമ്മിലാണ് ജോയിൻ ചെയ്യുക. എവിടെ നിന്നാണ് ഓക്സിജൻ റിമൂവ് ചെയ്യുന്നത്? ഇവിടെ നിന്നല്ലേ, ഇവിടെ നിന്നല്ലേ. ഇനി ജോയിൻ ചെയ്ത് CH. ഏത് കാർബണായിട്ടാണ് ജോയിൻ ചെയ്യുക? C. ആ C എവിടെ? ഓക്കെ. ഇനി ഈ സിയുടെ ഈ സൈഡിൽ CH3 ഉണ്ട്. അതെവിടെ? അല്ല, ആ കാർബണായി ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ വരും? ഐഡിയ മനസ്സിലായോ? അപ്പോൾ എന്ത് വരും? ഇവിടെ CH, ഇവിടെ C ആണ് അല്ലേ? ഓക്കെ. ഇനി ഈ CH3 ഇവിടെ എഴുതാം, മറ്റേ CH3 മുകളിൽ എഴുതാം. അങ്ങനെ തന്നെ എഴുതണം. കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. കിട്ടിയോ? എവിടെ? ഗുഡ്. കേട്ടോ, ഓക്കെ. അപ്പോൾ പലരും കേട്ടോ ഓർത്ത് നോക്കാം, പല സ്റ്റൈലിലൊക്കെ എഴുതിയിട്ടുണ്ട്. മിക്കവരുടെയും റൈറ്റ് ആണ്. കേട്ടോ, ഓക്കെ. അങ്ങനെ കിട്ടിയോ? CH അവിടെ ഡബിൾ ബോണ്ട് കൊടുക്കണം കേട്ടോ. എവിടെ നിന്നാണോ റിമൂവ് ചെയ്ത് ബാക്കിയൊക്കെ റൈറ്റാ. കേട്ടോ, ഓർത്ത് നോക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കാം, മിക്കവരെയും ചെയ്ത റൈറ്റ് ആണ്. ചെയ്യുന്ന പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. ബെൻസീൻ റിംഗ് CHO അല്ലെ, CHO വന്നിട്ടുണ്ട്. ഞാൻ ചെയ്ത് നോക്കിയേ, CH ഉണ്ടോ? CH. ഇനി ബാക്കി ആൾക്കാരാ എന്ത് ചെയ്യും? EC ആണ്. ഇത് ഇവിടെ അണ്ടർലൈൻ ചെയ്യുക അല്ലെ. EC ആണ്. ഓർഡർ തെറ്റിക്കാതിരുന്നാൽ മതി. ഉണ്ടോ? ഡബിൾ ബോണ്ട് C. ഓക്സിജൻ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി ഒരു CH3 ടോപ്പിലും കൊടുത്തു, ഇവിടെയും കൊടുത്തു. ഇങ്ങനെ തന്നെ കൊടുക്കണം. കേട്ടോ, ഓക്കെ. മിക്കവരും റൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ക്ലിയർ. കേട്ടോ, ഓക്കെ. അപ്പൊ മെത്തേഡ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. ഓസോണലൈസിസ് എന്താണെന്ന് പഠിച്ചിട്ട് കാര്യമില്ല. ഓസോണലൈസിന്റെ കോംപ്ലക്സിറ്റി ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും ഈ പാറ്റേണും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ചാപ്റ്ററിൽ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് അങ്ങനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ദെൻ നിങ്ങൾ പഠിക്കുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ഒന്നും പഠിക്കേണ്ട, ഹെഡിങ്സ് മാത്രം ഒന്ന് ഓർത്ത് നോക്കുക. ഇപ്പൊ പഠിച്ച ഹെഡിങ് എന്താ ഞാൻ പറഞ്ഞേ? ആൽഡിഹൈഡ് കീറ്റോൺ പ്രിപ്പറേഷനിൽ ഓക്സിഡേഷൻ ഓർ ഒരുമിച്ച് ചേർത്തെ ഡീഹൈഡ്രജനേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾ ടു ആൽഡിഹൈഡ്, സെക്കൻഡറി ആൽക്കഹോൾ ടു കീറ്റോൺ. റിയേജന്റ് ഏതൊക്കെയായിരുന്നു? CrO3 ഓർ PCC ഓർ കോപ്പർ ആൻഡ് 573. ദ നെക്സ്റ്റ് ആൽക്കീൻ. ആൽക്കീനിൽ വന്ന സമയത്ത് എന്താ? ഓസോണലൈസിസ്. റിയേജന്റ് ഏതാ? O3ZnH2O. അപ്പൊ ഇനി നമ്മൾ അത് ഓർത്തിരിക്കുമ്പോൾ നമ്മുടെ മെമ്മറിയിലേക്ക് വരുമ്പോൾ ഈ പോയിന്റ് മാത്രം ഓർത്ത് നോക്കുക. ഇത് വരക്കണൊക്കെ മറന്നു പോകും, ഉറപ്പാണ്. ഇവിടെ ഓർത്ത് നോക്കുക. കാരണം സിമ്പിളും ഇതുപോലെയുള്ള വരകളൊക്കെ മൈൻഡ് ചെയ്യുന്ന എന്ത് ചെയ്യും? മാഞ്ഞു പോകും. കേട്ടോ, ഓർത്ത് നോക്കാം. ഇങ്ങനെ മറിഞ്ഞു പോകും. കേട്ടോ, ഓക്കെ. അങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ക്ലിയർ ആയിട്ട് ഇരിക്കട്ടെ. ദെൻ നെക്സ്റ്റ് ഹെഡിങ് എഴുതി വെക്കുക. കേട്ടോ, നെക്സ്റ്റ് ഹെഡിങ് നമുക്ക് വരുന്നത് ആൽക്കൈൻ ആണ്. ആൽക്കൈൻ. കേട്ടോ, ഹെഡിങ് എഴുതി വെച്ചു. ഫ്രം ആൽക്കൈൻ. YNE. ഫ്രം ആൽക്കൈൻ. അടുത്ത ഹെഡിങ് ഫ്രം ആൽക്കൈൻ. അവിടെ 2 പോയിന്റ് എഴുതാനുണ്ട്. ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചു. കേട്ടോ,
ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് അറിയാലോ YN. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. അഡീഷൻ ഓഫ് വാട്ടർ to ethine in the presence of H2SO4 and HGSO4 gives acetaldehyde. Addition of water to ethine in the presence of H2SO4 and HGSO4 gives acetaldehyde. Full stop. All other alkyne എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെൻഡൈൻ അല്ലെ. ഇനി ഏത് YN വന്നാലും gives ketone. All other alkyne gives ketone. കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ അവിടെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചേക്കുന്നത് യൂണിറ്റ് 13 ക്ലാസ് 11. കേട്ടോ, ഓർത്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ. ഇക്വേഷൻസുകളൊന്നും ഇല്ല, പക്ഷെ നമുക്ക് ഇക്വേഷൻസ് എല്ലാം എഴുതണം. കേട്ടോ, ഓക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. CH ട്രിപ്പിൾ ബോണ്ട് CH ഇവിടെ അസിഡിക് ഹൈഡ്രോളിസിസ് ആണ് എന്ന് കരുതിയിട്ട് വാട്ടർ മിക്കപ്പോഴും തരാറില്ല. HGSO4 ആൻഡ് എന്ത് ചെയ്തരുള്ളൂ? H2SO4. H2 ഡൈലൂട്ടഡ് ആയിരിക്കും, അതിൽ വെള്ളമുണ്ട്. കേട്ടോ, ഓർത്ത് നോക്കാം. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ കിടക്കുന്നതിൽ HGSO4 ഒന്നും തന്നിട്ടില്ല. അവരെന്താ തന്നേക്കുന്നത്? Hg2+. H2SO4 പകരം എന്താ തന്നേക്കുന്നത്? H+. അപ്പോൾ അങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, അല്ലാതെ അവരെ അല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയ ആളെ ചീത്ത പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കാം, HGSO4 ആൻഡ് എന്തായിരിക്കും? H2SO4. ശരിക്കും ഇവിടെ എന്തുണ്ട്? വാട്ടർ ഉണ്ട് അല്ലെ. വാട്ടർ അവർ കൊടുത്തിട്ടില്ല ഇക്വേഷൻസ് കഴിഞ്ഞ വർഷം കൊടുക്കുമ്പോൾ. കേട്ടോ, ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? CH3CH. കേട്ടോ, ഓർത്ത് നോക്കാം. ദെൻ എഴുതിക്കോട്ടോ, എഴുതാം. ഇതിന്റെ ചോദ്യം നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഈ പറഞ്ഞത് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ചാപ്റ്റർ? 7 അല്ലേ? ഓർത്ത് നോക്കാം. 8, 9, 10. ഓക്കെ, അപ്പോ ഇത് 8th ചാപ്റ്റർ അല്ലേ? 8, 9, 10. ഓക്കെ, അപ്പോൾ ഇത് 8.2 ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. എൻ്റെ പഴയ ബുക്ക്. അപ്പൊ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8.2 കണ്ടോ, ഓർത്ത് നോക്കുക. ഇത് തന്നേക്ക് നോക്കി, Hg2+ ആണ്. അങ്ങനെ തന്നിട്ടുള്ളൂ, Hg2+. ആൻഡ് H2SO4 പകരം അവർ ചിലപ്പോൾ എന്ത് വരും? H+. ഇങ്ങനെ തന്നാലും ഇത് ഇങ്ങനെയാണെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു രീതിയിൽ ഓർത്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെയും തരാം, അയണിക് ആയിട്ടും തരാം. പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? CH3C ട്രിപ്പിൾ ബോണ്ട് CH. സെയിം റിയേജന്റ് തന്നെയാണ് Hg2+ ആൻഡ് H+. ഇങ്ങനെ തന്നു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് എഴുതണം? പ്രൊപ്പൻ. എന്തുകൊണ്ടാണ് പ്രൊപ്പനോൺ എഴുതിയത്? അതർ ദാൻ ഇഥൈൻ അല്ലെ. ഏത് YN വന്നാലും പിന്നെന്തായിരിക്കും? കീറ്റോൺ. കേട്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യത്തെ ഇതിൽ നിന്ന് മാത്രമാണ് എത്തനാൽ കിട്ടുള്ളൂ. ബാക്കി എന്ത് വന്നാലും എന്താ കിട്ടുക? കീറ്റോൺ. കേട്ടോ, ഓക്കെ. ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ്, അപ്പൊ ഇപ്പോ ഹെഡിങ് എഴുതി വെക്കുന്നത് എന്തായിരുന്നു അറിയോ? പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ഇത് പഠിച്ചത് നമ്മൾ ഇതിനു മുമ്പുള്ള 11th-ലെയും 12th-ലെ തന്നെ പ്രീവിയസ് ചാപ്റ്ററിലെയും ഈ ആൽഡിഹൈഡിന്റെയും കീറ്റോണിന്റെയും പ്രിപ്പറേഷന്റെ ഒരു ഏരിയ ആണ്. അതാണ് 4 പഠിച്ചത്. അടുത്ത ഹെഡിങ് എഴുതി വെക്കുക, പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. നെക്സ്റ്റ് ഹെഡിങ്, പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡിൽ 4 നെയിം റിയാക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള രീതിയിലാണ് ഞാൻ എഴുതി വെക്കുക. ടെക്സ്റ്റുകളെ ഹെഡിങ് ഫ്രം അസൈൽ ഹാലൈഡ്, സെക്കൻഡ് ഹെഡിങ് ഫ്രം നൈട്രൈൽ, ഫ്രം ആൽക്കൈൽ ബെൻസീൻ, അങ്ങനെയുള്ള ഹെഡിങ്സ് ആണ്. അതിന് പകരം നേരെ നമ്മൾ നെയിമിംഗ് റിയാക്ഷന്റെ പേരാണ് കൊടുക്കുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഫ്രം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ബോർഡ് എക്സാമിലോ അല്ലെങ്കിൽ ടെക്സ്റ്റുകളുടെ ബാക്കിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഫ്രം ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരില്ല. എന്ത് ടു എന്തെന്നുള്ളത് അറിഞ്ഞു വെക്കേണ്ടി വരും. അപ്പോൾ അതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ പേരുള്ള റിയാക്ഷൻ ആണ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉള്ളത് കേട്ടോ. ഓക്കെ, 4 എണ്ണമാണ് പ്രിപ്പറേഷനിൽ വരുന്നത്.
ആ പേരുകൾ ഓർഡറിൽ ഒന്ന് ഓർത്ത് വെക്കണം. ഫസ്റ്റ് എന്തായിരുന്നു? റോസൻ മൗണ്ട്. സെക്കൻഡ് സ്റ്റീഫൻ. തേർഡ് എന്തായിരുന്നു? എറ്റാർഡ്. ഫോർത്ത് എന്തായിരുന്നു? ഗട്ടർമാൻ കോച്ച്. കേട്ടോ, ഓർത്ത് വെക്കാം. നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം. റോസൻ മൗണ്ട്, റോസ് ഉള്ള ഒരു മൗണ്ടൻ ഇമാജിൻ ചെയ്ത് നല്ല രസമായിരിക്കും അല്ലേ? റോസൻ മൗണ്ട്. കേട്ടോ, ഓർത്ത് വെക്കാം. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് സ്റ്റീഫൻ, നമ്മുടെ സ്റ്റീഫൻ ഉണ്ട്. കേട്ടോ, ഓർത്ത് വെക്കാം. സ്റ്റീഫൻ അല്ലേ? ഇയാൾ സ്റ്റീഫനെ പല്ലിപ്പുണ്ട്. സ്റ്റീഫൻ. കേട്ടോ, ഓർത്ത് വെക്കാം. സ്റ്റീഫൻ ആൻഡ് എറ്റാർഡ്. ഇത് കണ്ടോ, എറ്റാർഡ്. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, അപ്പോൾ സ്റ്റീഫനും എറ്റാർഡും കൂടി ഇങ്ങനെ പോയി. ആ റോസുള്ള മൗണ്ടനിങ് മാത്രമാണ് നോക്കി പോയത്. പക്ഷെ അവർ ഗട്ടറിൽ വീണു. കേട്ടോ, ഓർത്ത് വെക്കാം. ഒരു സ്റ്റോറി പോലെയോ എന്തെങ്കിലും ഓർത്ത് വെക്കാം. കേട്ടോ, പറഞ്ഞത്രേ ഉള്ളൂ. ഓർഡറിൽ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടണം. കേട്ടോ, ഓക്കെ. അപ്പൊ ഏതൊക്കെയായിരുന്നു? റോസൻ മൗണ്ട്, സ്റ്റീഫൻ, എറ്റാർഡ്, ഗട്ടർമാൻ കോച്ച്. കേട്ടോ, ഓർത്ത് വെക്കാം. ഇത് നാലും ഓർമ്മ വരേണ്ടത് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. ഇനി പെട്ടെന്ന് ഗട്ടർമാൻ കോച്ച് ചോദിച്ചു, എക്സാമിന് ചോദിച്ചു, നിങ്ങളുടെ സമയത്ത് ഒന്നും ബ്ലാങ്ക് ആയിട്ടിരിക്കണം, എന്ത് ചെയ്തിട്ട് കിട്ടണില്ല, എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പറ്റാവുന്ന ഒരു ഇതാണ്, ദിസ് ഇസ് ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ഇൻ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ്, ദിസ് ഇസ് ഇമ്പോർട്ടന്റ് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. അത്രയെങ്കിലും കിട്ടും. മനസ്സിലായി? പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് അതെങ്കിലും എഴുതാൻ പറ്റും. മനസ്സിലായി? അപ്പൊ ആദ്യത്തെ ഒരു ഹിന്റ്, അതിലേക്ക് ഒരു എൻട്രി കീ എങ്കിലും നമുക്ക് കിട്ടണം. കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പേരുള്ള റിയാക്ഷൻ ചോദിച്ചാൽ ആദ്യത്തെ പോയിന്റ് എന്തായിരിക്കും? ദിസ് ഇസ് ദ ഇമ്പോർട്ടന്റ് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്. ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു വേർഡെങ്കിലും എഴുതാൻ കിട്ടും. കേട്ടോ, ഓർത്ത് നോക്കാം. അതുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ? ഓക്കെ, ഇമ്പോർട്ടന്റ് റിയാക്ഷൻ. അപ്പോൾ ബ്ലാങ്ക് ആയിട്ട് ഒന്നും വരാൻ പാടില്ല. ഇനി നമുക്ക് തുടങ്ങാം. ഈ റോസൻ ഹെഡിങ് എഴുതി വെച്ചു. റോസൻ മൗണ്ട് റിഡക്ഷൻ റിയാക്ഷൻ. 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 ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. ബെൻസോയിൽ ക്ലോറൈഡ്. ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ബെൻസോയിൽ ക്ലോറൈഡ് ടു ബെൻസാൽഡിഹൈഡ്. ബെൻസോയിൽ ക്ലോറൈഡ് ടു ബെൻസാൽഡിഹൈഡ്. റോസൻ മൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം പഠിക്കേണ്ടത് അതാണ്. ബെൻസോയിൽ ക്ലോറൈഡ് ടു ബെൻസാൽഡിഹൈഡ്. ബെൻസോയിൽ കേട്ടോ, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് ബെൻസോയിൽ. അതിന് അസൈൽ, ACYL, അസൈൽ, ഹാലെ എന്ന് വിളിക്കുക. അപ്പോൾ ബെൻസീൻ ആവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. COCl ആവാം. അപ്പോൾ ഇത് ബെൻസോയിൽ ക്ലോറൈഡ്. അതിലേക്ക് നമ്മൾ ഇടുന്ന റിയേജന്റ് എന്തായിരുന്നു? PDBaSO4. ഓർത്ത് വെക്കാം. പലേഡിയം ആൻഡ് BaSO4. H2 കൂടി കൊടുക്കാം നമുക്ക്. റിഡക്ഷൻ ആണ്, വേണമെങ്കിൽ H2 കൂടി കൊടുക്കാം. ദെൻ ഇങ്ങനെ വരുമ്പോൾ അത് ബെൻസാൽഡിഹൈഡ് ആയിട്ട് മാറും. CH. ഇനി ശ്രദ്ധിക്കുക, ഈ COCl എടുത്ത് ഇവിടെ കൊടുത്താലും ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഓർത്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഈ COCl ഇവിടെ കൊടുക്കാം, ഈ CH എടുത്ത് ഇവിടെ കൊടുത്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി ഇത് ഇവിടെ എഴുതിയിട്ട് ഇത് ഇപ്പുറത്ത് എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. കാരണം എന്താ? ഇതിനെ പിടിച്ച് എനിക്ക് തിരിച്ചുകൂടെ അല്ലേ? ഓർത്ത് നോക്കാം. നിങ്ങൾ ചരിഞ്ഞു കഴിഞ്ഞാൽ വേറെ മനുഷ്യനാവോ? ഇല്ലല്ലോ അല്ലേ? ഓർത്ത് നോക്കാം. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പതുക്കെ ചരിഞ്ഞു കേട്ടോ. ഓർത്ത് നോക്കാം. മൊത്തത്തിലല്ലേ ചരിയണേ അല്ലേ? ഓർത്ത് നോക്കാം. അപ്പൊ അതുകൊണ്ട് സെയിം ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ബെൻസോയിൽ ക്ലോറൈഡ് ടു ബെൻസാൽഡിഹൈഡ് വരച്ചു കേട്ടോ. ഓക്കെ, റോസൻ മൗണ്ട് റിഡക്ഷൻ. ബെൻസോയിൽ ക്ലോറൈഡ് ടു ബെൻസാൽഡിഹൈഡ്. ഓക്കെ, സെക്കൻഡ് ഹെഡിങ് എഴുതി വെക്കാം. സ്റ്റീഫൻ റിയാക്ഷൻ. സ്റ്റീഫൻ റിയാക്ഷൻ. സ്റ്റീഫൻ റിയാക്ഷൻ. സ്റ്റീഫൻ റിയാക്ഷൻ. സ്റ്റീഫൻ റിയാക്ഷൻ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. സയനൈഡ് ഓർ നൈട്രൈൽ. Cyanide or nitrile convert to aldehyde. Cyanide or nitrile convert to aldehyde. Conversion വരുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പോയിന്റ് ആദ്യം അങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ RCN treated with stannous chloride and HCl hydrochloric acid in the presence of compound to form imine. Imine again treated with acidic hydrolysis to form എന്താണ്? ആൽഡിഹൈഡ്. അപ്പൊ നിങ്ങൾക്കും കേൾക്കുന്നവർക്ക് എല്ലാം അത് തോന്നും. ലാസ്റ്റ് ഒരു ഉപകാരം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൺവേർഷൻ ചോദിക്കുമ്പോൾ നമുക്കൊരു ഹിന്റാണ് കിട്ടുന്നത്. ദൈവമേ, ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളൊരു ഹിന്റ് കിട്ടണം. ആ ഹിന്റിന് വേണ്ടിയിട്ടാണ് ഏറ്റവും വേർഡ് മിനിമൈസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അല്ലാതെ എന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ കുറയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാം നിങ്ങൾ പറഞ്ഞിട്ട് ഇവിടുന്ന് പോവുള്ളൂ. കണ്ടോ? വെരി ഗുഡ്. കണ്ടോ? എല്ലാവരും ഹാപ്പി. RCN. അതിലേക്ക് ഇടുന്ന ആദ്യത്തെ കോമ്പൗണ്ട് ആണ് സ്റ്റാനസ് ക്ലോറൈഡ്. SnCl2 ആണ്. SnCl2. ഓർത്ത് നോക്കുക, സ്റ്റീഫന്റെ അനിയനാണ് കേട്ടോ സ്റ്റാനസ്. കേട്ടോ, സ്റ്റാനസ് ക്ലോറൈഡ് ആൻഡ് HCl. ഇങ്ങനെ ഇടുമ്പോൾ ഇമീൻ കിട്ടും കേട്ടോ. ഓർത്ത് നോക്കുക, ഇമീൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. RCH ഡബിൾ ബോണ്ട് NH.
കേട്ടോ. ഇതൊരു അഡീഷൻ ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ സയനൈഡ് എന്ന് പറയുമ്പോ കേട്ടോ, ഓക്കെ, ഇപ്പൊ എഴുതുമ്പോൾ പഠിച്ചു, ഇത് ട്രിപ്പിൾ ബോണ്ട് തന്നെയാണ്. ഇതിന്റെ അടുത്ത് ഒരു എച്ച് ഇവിടെ പോയാൽ എന്താവും? ഇവിടെ നിന്ന് ഒരു എച്ച് ഇതിലേക്ക് വന്നാൽ എന്താവും? CH. ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവും അല്ലെ. എന്നിന്റെ അടുത്തേക്ക് ഒരു എച്ചും കൂടി വന്നാൽ എന്താവും? NH. ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണ് ആ കോമ്പൗണ്ട് കിട്ടുന്നത് കേട്ടോ. RCH ഡബിൾ ബോണ്ട് NH. RCH ഡബിൾ ബോണ്ട് NH. ഈ മെത്തേഡ് പറഞ്ഞ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ പിന്നീട് കുറെ മറന്നു പോകും. അതുകൊണ്ടാണ് മെത്തേഡ് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം. ഇമീനിലേക്ക് അസിഡിക് ഹൈഡ്രോളിസിസ്. അസിഡിക് ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? H3O+ അല്ലെങ്കിൽ H2 and H+. കേട്ടോ, എങ്ങനെ വേണമെങ്കിലും എഴുതാം. H3O+ എന്ന് എഴുതാം, അല്ലെങ്കിൽ H2 and H+. Then RCHO. 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 ഇതിന്റെ പേര് എഴുതണം കേട്ടോ. SnCl2 താഴെ എഴുതണം. സ്റ്റാനസ് ക്ലോറൈഡ്. ഇതിന്റെ പേര് ഇമീൻ. ഇമീൻ. ഇനി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ഇമീനെ ഔട്ട് ചെയ്തിട്ട് H3O+ അങ്ങ് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നേരെ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, ഇൻ കേസ് ഇവിടെ കൊണ്ടുപോയി ട്രിപ്പിൾ ബോണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവർ വെട്ടിക്കളയും. അപ്പൊ ശ്രദ്ധിക്കുക, എങ്ങാലും എററാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പുകൾ എന്ത് ചെയ്യണം? സ്കിപ്പ് ഔട്ട് ചെയ്യാം. എന്നിട്ട് നേരെ എഴുതാം. ഇതിന്റെ ക്വസ്റ്റിന് 1 മാർക്കാണ്. ആ ക്വസ്റ്റിനിൽ ഡയറക്റ്റ് ആയിട്ട് നെയിം റിയാക്ഷൻ ആയിരിക്കും. എന്തായിരിക്കും? റൈറ്റ് ദി സ്റ്റീഫൻ റിയാക്ഷൻ അങ്ങനെ വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തേക്കണം? സ്കിപ്പ് ചെയ്തേക്കണം. എന്നിട്ട് നേരെ മെയിൻ കോമ്പൗണ്ടിലേക്ക് എഴുതണം കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ താഴെ ഒരു ചെറിയ സബ് ഹെഡിങ് ഉണ്ട്. സബ് ഹെഡിങ് റിഡക്ഷൻ ഓഫ് എങ്ങനെ എഴുതിക്കും? റിഡക്ഷൻ ഓഫ് നൈട്രൈൽ. റിഡക്ഷൻ ഓഫ് നൈട്രൈൽ. റിഡക്ഷൻ ഓഫ് നൈട്രൈൽ. റിഡക്ഷൻ ഓഫ് നൈട്രൈൽ. ഇത് രണ്ട് പേരുള്ള റിയാക്ഷൻ ആണ്. ഇതിന്റെ പേരെന്തായിരുന്നു? റോസൻമോൺ റിഡക്ഷൻ. ഇതെന്തായിരുന്നു? സ്റ്റീഫൻ. ഇനി അടുത്ത് ഒരു നെയിമിംഗ് അല്ലാത്തതാണ്. റിഡക്ഷൻ ഓഫ് നൈട്രൈൽ ഓർ സൈനൈഡ് ആണ് ചെയ്യുന്നത്. RCN തന്നെയാണ്. ഇതേ ഇക്വേഷൻ തന്നെ വേറൊരു രീതിയിൽ വരും. RCN. ഇതിലേക്ക് നമ്മൾ ഡൈബാൽ H ഇത് ഇട്ട് കഴിഞ്ഞാൽ, ഒരു റിയേജന്റ് ആണ്, ഇട്ട് കഴിഞ്ഞാൽ നേരെ നമുക്ക് RCHO കിട്ടും. RCH കേട്ടോ. അപ്പൊ നെയിമിംഗ് അല്ലാതെ നമുക്ക് ചോദിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ ഡൈബാൽ H ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഡൈബാൽ Hന്റെ ഫുൾ ഫോം എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, RCN ഡൈബാൽ H. ഡൈബാൽ H ന്റെ ഫുൾ ഫോം എഴുതി വെച്ചു കേട്ടോ. ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്. ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്. ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്. ഡൈബാൽ H. RCH. ഇല്ല, ഇത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഒന്ന് ഫ്ലോ ആയിക്കോട്ടെ കേട്ടോ. ക്വസ്റ്റ്യൻസ് മെക്കാനിസം നമ്മൾ വിട്ടോ അതെടുത്തോ? നമ്മള് ലാസ്റ്റ് ക്ലാസ്സിലെ ഓർപ്പിക്കാൻ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെയ്യാം കേട്ടോ. എഴുതിയിട്ടുണ്ടോ? നോട്ട് നോക്കിയേ. 3 മെക്കാനിസം ഒരുമിച്ച് എഴുതി തരുള്ളൂ. തരുവാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവും ആൽക്കഹോൾ ഫിനോളിൽ. അല്ലെങ്കിലും ചെയ്യാം കേട്ടോ. എഴുതിക്കോട്ടെ. ഡൈബാൽ H. അടുത്ത എഴുതി വെച്ചോ. എറ്റാഡ് റിയാക്ഷൻ. എറ്റാഡ് റിയാക്ഷൻ. എറ്റാഡ് റിയാക്ഷൻ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചോ. ടോളുവിൻ കൺവേർട്ട് ടു ആൽഡിഹൈഡ്. ടോളുവിൻ കൺവേർട്ട് ടു ആൽഡിഹൈഡ്. ടോളുവിൻ കൺവേർട്ട് ടു ആൽഡിഹൈഡ്. ടോളുവിൻ കൺവേർട്ട് ടു ആൽഡിഹൈഡ്. എറ്റാഡ് കേട്ടോ.
ബെൻസീൻ്റെ ഇങ്ങനെ മുകളിൽ CH3. ഇതാണ് ടൊളുവിൻ എന്ന് പറയുന്നത്. ഇതിലേക്ക് CrO2Cl2 ആൻഡ് CS2 ഈ കോമ്പൗണ്ട് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാവും. ഇന്റർമീഡിയറ്റ് വരുന്ന സമയത്ത് ആ കോമ്പൗണ്ട് ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ഒരു O ഫ്രണ്ടിലേക്ക് വന്നാൽ എന്തായിരിക്കും ഇത്? നോക്കിയോ മോനെ? ചെയ്തണ്ട? ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, മെക്കാനിസം ഒരുമിച്ച് എഴുതാം കേട്ടോ. പറഞ്ഞാൽ നന്നായി കേട്ടോ. ഒന്ന് ഓർത്തേക്കണം കേട്ടോ മോനെ. OCrOCl2 ആവുക. എന്താ വരിക? OCrOCl2. അത് ഈ ഇതിന്റെ മുകളിൽ ജോയിൻ ചെയ്തു വരും. അപ്പൊ ഇങ്ങനെ ഇരിക്കും ആ കോമ്പൗണ്ട്, ബെൻസീൻ റിംഗ്. അതിന്റെ മുകളിൽ CH ആകും. ഈ CH വരുമ്പോൾ എത്ര ഹൈഡ്രജൻ ഇവിടെ നിന്ന് മാറിയേക്കുന്നത്? 2 ഹൈഡ്രജൻ അല്ലെ? എത്ര ഹൈഡ്രജനാ? 2 ഹൈഡ്രജൻ. അപ്പൊ ആ 2 വാലൻസി ഈ കോമ്പൗണ്ട്, ഇത് എക്സസ് ആണ്. ഇവിടെ ഇങ്ങനെ വരും OCrOH. ഈ H ഇത് നേരത്തെ വന്നാണ് Cl2 ട്വൈസ്. അപ്പൊ ഈ ഫ്രണ്ടിലേക്ക് വന്നു. അപ്പൊ OCrO വന്നു. ഇവിടെ നിന്ന് H ആണ്. ഈ H ഇപ്പൊ എത്ര ഉണ്ട്? 2 കണ്ടോ? ഓർത്തോ? അപ്പൊ ഇത് ബാലൻസ്ഡ് ആണ്. ഇതിലേക്ക് H3O+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബെൻസാൽഡിഹൈഡ് കിട്ടും. CH. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നേരെ H3O+ പിടിക്കുക. നേരെ എന്ത് എഴുതിയാൽ മതി? ബെൻസാൽഡിഹൈഡ്. മനസ്സിലായി? ഈ കോമ്പൗണ്ട് CH2, എന്ത് കൊടുത്താൽ മതി? H3O+. അപ്പൊ ഇന്റർമീഡിയറ്റ് വേണ്ട, നേരെ എന്ത് എഴുതാം? ബെൻസാൽഡിഹൈഡ് എഴുതാം. അപ്പൊ ഈ റിയേജന്റ് ആദ്യം പഠിക്കാൻ നോക്കാം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ എന്തായിരുന്നു? ടൊളുവിൻ കൺവേർട്ട് ടു ബെൻസാൽഡിഹൈഡ് അല്ലെ? ടൊളുവിൻ കൺവേർട്ട് ടു ബെൻസാൽഡിഹൈഡ് അങ്ങനെ വരും. ടൊളുവിൻ കൺവേർട്ട് ടു ബെൻസാൽഡിഹൈഡ്. ദെൻ ഒരെണ്ണം കൂടിയുണ്ട്. ഏതായിരുന്നു? ഗട്ടർമാൻ കോച്ച്. അടുത്ത ഹെഡിങ് എഴുതുക കേട്ടോ. ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ. KOCH ആണ് കേട്ടോ കോച്ച്. ഗട്ടർമാൻ KOCH. ഗട്ടർമാൻ റിയാക്ഷൻ വേറെ ഒരെണ്ണം ഉണ്ട്. 2 ഗട്ടർമാൻ ഉണ്ട്. ഒരു ഗട്ടർമാൻ നമുക്ക് അമീനിൽ എടുക്കാറുണ്ട്. അത് നമ്മുടെ സാൻമേസ് പഠിച്ചില്ലേ? ആ സാൻമേസ് പഠിച്ച് അതുപോലെ തന്നെയാണ് ബെൻസീന്റെ മുകളിൽ N2+ ആൻഡ് Cl-. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. അതിലേക്ക് കോപ്പർ പൗഡർ ആൻഡ് Cl2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ക്ലോറോബെൻസീൻ. അത് ഗട്ടർമാൻ റിയാക്ഷൻ ആണ്. ഇത് ഗട്ടർമാൻ കോച്ച് KOCH ആണ്. ഗട്ടർമാൻ കോച്ചിൽ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. ബെൻസീൻ കൺവേർട്ട് ടു ബെൻസാൽഡിഹൈഡ്. ഫോർത്ത് വൺ ബെൻസീൻ കൺവേർട്ട് ടു ബെൻസാൽഡിഹൈഡ്. ഇതാണ് ബെൻസീൻ. ബെൻസീനിലേക്ക് കാർബൺ മോണോക്സൈഡ് HCl, അൺഹൈഡ്രസ് AlCl3. ഇത്രയും റിയേജന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബെൻസാൽഡിഹൈഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓർത്ത് നോക്കുക. ഇങ്ങനെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ആ ലോജിക്ക് ആലോചിക്കുക. എന്ത് ടു എന്ത് അങ്ങനെ പഠിക്കുക. ആൽക്കഹോൾ ടു ആൽഡിഹൈഡ് റിയേജന്റ് ഏതായിരുന്നു? CrO3 or PCC. ഫാസ്റ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് കിട്ടണം. ഭയങ്കര ആക്യുറേറ്റ് ആണ്. ആൽക്കഹോൾ ടു ആൽഡിഹൈഡ് എന്താ? CrO3 or PCC. Then ആൽക്കഹോൾ ടു കീറ്റോൺ 2 സെയിം തന്നെ അല്ലെ? CrO3 or PCC or copran 573. കണ്ടോ? ആൽക്കഹോൾ ടു കീറ്റോൺ വന്നാലും ആൽക്കഹോൾ ടു ആൽഡിഹൈഡ് വന്നാലും സെയിം റിയേജന്റ്. മൈൻഡിൽ ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ് അസൈൽ ഹാലൈഡ് ടു ആൽഡിഹൈഡ് അല്ലെ? റോസൻമോണ്ട്. അത് അങ്ങനെയെങ്കിലും ഓർത്തു വെച്ചാൽ മതി. സയനൈഡ് അല്ലെ? ഓർത്തോ? അങ്ങനെ ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസുകളാണ്, നിങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ ക്വസ്റ്റ്യനും ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യനും ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. ഗീവ് നെയിം ഓഫ് ദ റിയേജന്റ്. Give name of the reagent to bring about the following transformation.
Give name of the reagent to bring about the following transformation. First question. Hexane 1-ol to hexanal. First question. Hexane 1-ol to hexanal. എന്തായിരിക്കും reagent? Reagent പറഞ്ഞാൽ മതി. നിങ്ങൾ നോക്കിയാലും പറയണം കേട്ടോ. നോക്കാം. ഏതായിരിക്കും? PCC or CrO3. കേട്ടോ ഓർത്ത് അപ്പൊ ആൻസർ എഴുതി വെക്കുക. PCC or CrO3 കണ്ടോ. അപ്പൊ ഓൾ ടു ആൽഡിഹൈഡ് അത് ശ്രദ്ധിച്ചാൽ മതി. Hexane 1-ol to hexanal. Hexane 1-ol to hexanal. Reagent ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഫോളോവിംഗ് റിയേജന്റ് ബ്രിങ് അബൌട്ട് ദ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അലൈൽ ആൽക്കഹോൾ ടു പ്രൊപീൻ ആൽ. ശ്രദ്ധിക്കുക, അലൈൽ ആൽക്കഹോൾ ടു പ്രൊപീൻ ആൽ ഏതാണ് റിയേജന്റ്? PCC or CrO3 or Copran 573 കേട്ടോ ഓർത്ത് നോക്കാം. ഒന്ന് എഴുതി വെച്ചോ. അലൈൽ ആൽക്കഹോൾ ടു പ്രൊപീൻ ആൽ. ഇനി ഇവിടെ അത് കൺവേർഷൻ ആണ്. ഈ അലൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അലൈൽ ആൽക്കഹോൾ എന്താ? തൊട്ടടുത്ത് ഡബിൾ ബോണ്ട് ഉണ്ടാവും അല്ലെ. OH അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം നിയർ ബൈ ഡബിൾ ബോണ്ട് വരും. അപ്പോഴാണ് പ്രൊപീനാൽ എന്ന് പറയുമ്പോൾ എന്താ? ഡബിൾ ബോണ്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആൽഡിഹൈഡ് കിട്ടുന്നത് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ബ്യൂട്ട് 2-ene to ethanal. ബ്യൂട്ട് 2-ene to ethanal. ബ്യൂട്ട് 2-ene to ethanal റീജൻ ഏതായിരിക്കും? ബ്യൂട്ട് 2-ene to ethanal. ഓസോണലൈസിസ്. ഡബിൾ ബോണ്ട് കണ്ട ഓസോണലൈസിസ് കണ്ടോ ഓർത്ത് നോക്കാം. O3Zn-H2O കേട്ടോ ഓർത്ത് നോക്കാം. ആൻസർ എഴുതി വെക്കുക. O3Zn-H2O. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടത് എന്ത് ടു എന്ത്. ഇപ്പൊ അവര് പല രീതിയിൽ ചോദിച്ചു കളയവര്. അപ്പൊ നമ്മൾ ഓർത്ത് നോക്കുക ഡബിൾ ബോണ്ട് ആണ്. ആ ഒരു ഒബ്സർവേഷൻ മാത്രം കിട്ടാവൂ. അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടണം കേട്ടോ ഓർത്ത് നോക്കുക. അല്ലാതെ ഒരെണ്ണത്തിൽ ഭയങ്കര ഡെപ്ത് ആയിട്ട് അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്, ഇക്വേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇത്തൻ നൈട്രൈൽ ടു എത്തനാൽ. ഇത്തൻ നൈട്രൈൽ ടു എത്തനാൽ. ഇത്തൻ നൈട്രൈൽ ടു എത്തനാൽ. ഡൈബാലച്ച് കൊടുക്കുക. ഓർ SnCl ടു HCl ഫുൾ എഴുതണം. H3O+. ഓർത്ത് നോക്കുക. ആൻസർ എഴുതണം കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്. ഈത്തൻ നൈട്രൈൽ. ക്വസ്റ്റ്യൻ എഴുതണം കേട്ടോ. ഈത്തൻ നൈട്രൈൽ ടു എത്തനാൽ. ഈത്തൻ നൈട്രേറ്റ് ടു എത്തനാൽ. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഡൈബാൽ H ഓർ എന്തായിരുന്നു? SnCl2 പ്ലസ് HCl പ്ലസ് H3O+. അടുത്ത ക്വസ്റ്റ്യൻ പാരാഫ്ലൂറോടോളുവിൻ ടു പാരാഫ്ലൂറോബെൻസാൽഡിഹൈഡ്. പാരാഫ്ലൂറോടോളുവിൻ ടു പാരാഫ്ലൂറോബെൻസാൽഡിഹൈഡ്. എറ്റാഡ് അല്ലേ. അപ്പൊ എന്ത് വരും? CrO2 Cl2 then എന്തായിരുന്നു? CS2 പ്ലസ് H3O+. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത കീറ്റോണിന്റെ പ്രിപ്പറേഷൻ ആണ്. ഇന്ന് നമ്മൾ പഠിച്ചത് 7 4+3 മെയിൻ റിയാക്ഷൻസ് ആണ്. വേണമെങ്കിൽ 4ഉം കൂടി ചേർത്ത് വെക്കാം. എനിക്ക് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ 8 പഠിക്കാം അല്ലെ. 4+4 8 ഇക്വേഷൻസുകളാണ്. ആ 8 ഇക്വേഷൻസ് എന്ത് ടു എന്ത് എന്നുള്ളത് അൾട്രാ ക്ലിയർ ആയിട്ട് കിട്ടണം. OH ടു ആൽ എന്തായിരുന്നു? CrO3 ഓർ PCC. സെക്കൻഡ് നമ്മൾ പഠിച്ചതാണ് ഡബിൾ ബോണ്ട് ടു ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞത് ആൽക്കീൻ. ഓസോണലൈസിസ് O3. പിന്നെന്തായിരുന്നു? Zn-H2O. ഞാനിപ്പോ ഈ പറയുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും പറയും എന്നിട്ടേ പോകാൻ പറ്റുള്ളൂ കേട്ടോ ഓർത്ത് നോക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇരിക്കാം. തേർഡ് എന്തായിരുന്നു? YNE2 ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. എന്തായിരുന്നു റിയേജന്റ്? HgSO4 ആൻഡ് H2SO4. ദെൻ അടുത്തതാണ് റോസൻമൗണ്ട്. എന്തായിരുന്നു? ബെൻസോയിൽ ക്ലോറൈഡ് ടു ബെൻസാൽഡിഹൈഡ്. അടുത്ത എന്തായിരുന്നു? അതിന്റെ റിയേജന്റ് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. എന്ത് ടു എന്ത് കിട്ടിയാലും മതി എനിക്ക്.
സ്റ്റീഫൻ സയനൈഡ് ടു ആൽഡിഹൈഡ്. എറ്റാഡ് ടോളുവിൻ ടു ആൽഡിഹൈഡ്. അടുത്തെന്തായിരുന്നു? ഗെറ്റർമാൻ കോച്ച് ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ്. കണ്ടോ? ഓർത്ത് നോക്കുക. അപ്പൊ ഇങ്ങനെ ഓർഡറിൽ കിട്ടണം കേട്ടോ. ഒന്നും കൂടി ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് ഈ ഓർഡറിൽ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവിടെ നിന്നാണ് ഈ ഓർഡറിൽ പഠിച്ചാൽ അത് ബേസ് മാത്രമാണ്. ഞാൻ പറഞ്ഞു ഇതിൽ നിന്ന് മിക്സ് ചെയ്യുന്നൊരു പ്രോസസ് ഉണ്ട്. അത് എത്തണമെങ്കിൽ ഈ ഒരു ഏകദേശം ഈ ഓർഡർ കിട്ടണം. ഇത് ഏറ്റവും ഈസിയസ്റ്റ് പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് ടു ഈ പി ഇത് തന്നെ എനിക്ക് എത്ര കണക്ട് ചെയ്യാൻ പറ്റും അറിയോ കേട്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ ആ കണക്ഷൻസുകളെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കൺവേർഷന്റെ ഏരിയ എന്ന് പറയുന്നത്. കൺവേർഷന്റെ ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ നിൽക്കുന്ന അതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിലേക്ക് അത് എന്താ പറയാ ലിങ്ക് ചെയ്ത് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. ദ പ്രൊപ്പെയിൻ, ഇപ്പൊ നിങ്ങളുടെ ചോദ്യം ഇതിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. പ്രൊപ്പെയിൻ കൺവേർട്ട് ടു ബെൻസാൽഡിഹൈഡ് എങ്ങനെ ചെയ്യാൻ പറ്റും? പ്രൊപ്പെയിൻ കൺവേർട്ട് ടു ബെൻസാൽഡിഹൈഡ് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾ പറഞ്ഞു പസിൽ കളിക്കുന്ന പോലെയാണ്. പ്രൊപ്പെയിന് വേറെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിച്ചോട്ടോ. ബെൻസോഫിനോൺ ചോദിച്ചോ, അല്ലെങ്കിൽ മീഥേൻ ചോദിച്ചു, ഇഷ്ടമുള്ള ചോദിക്കാട്ടോ. പുറത്ത് നോക്കാം. അല്ലെങ്കിൽ മെത്തനോൾ ചോദിച്ചോ, എന്ത് വേണമെങ്കിൽ ചോദിച്ചോ. എന്തും എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അവിടെയാണ് കൺവേർഷൻ കിടക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. ഇപ്പൊ വെറുതെ പ്രൊപ്പെയിന് ബെൻസാൽഡിഹൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബെൻസാൽഡിഹൈഡ് അതിന്റെ പ്രിപ്പറേഷനിൽ നിങ്ങൾ പഠിച്ചേക്കുന്ന റോസൻമോണ്ട്, സ്റ്റീഫൻ, ഇതെല്ലാം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ വരണം. എങ്കിൽ മാത്രം ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാനൊരു വഴി പറയാം. പല വഴി ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞ ഒരു വഴി ഞാൻ പറയാം. ഈ പ്രൊപ്പൈന് ഞാൻ ക്ലോറോപ്രൊപ്പൈൻ ആകും. പ്രൊപ്പൈന് ക്ലോറോപ്രൊപ്പൈൻ ആവാനായിട്ട് Cl2 ആൻഡ് UV ലൈറ്റ്. ഓർമ്മയുണ്ടോ? ഹാലോ ആൽക്കീനില സെക്കൻഡ് ഹെഡിങ് എന്തായിരുന്നു? ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ. Cl2 ആൻഡ് UV ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? CH3 CH2 Cl. ഇതിനാ എനിക്ക് ഹെക്സൈൻ ആക്കാൻ പറ്റും. C6H14. ഡബിൾ ആവുന്ന റിയാക്ഷന്റെ പേര് ഒരു നെയിം റിയാക്ഷൻ ആണ്. ആ ശരിയാ പറഞ്ഞു. ബ്രൂട്ട്സിൽ എന്തായിരുന്നു റിയേജന്റ്? Na ആൻഡ് ഡ്രൈ ഈതർ അല്ലെ? Na ആൻഡ് ഡ്രൈ ഈതർ. ഇതിനെ ബെൻസീൻ ആക്കാൻ പറ്റും. ഓർമ്മയുണ്ടോ? 11th ആരോമാറ്റൈസേഷൻ റിയേജന്റ് ഏതായിരുന്നു? ശരിയാ, വനേഡിയം പെന്റോക്സൈഡ് V2O5. വനേഡിയം പെന്റോക്സൈഡ് V2O5. വനേഡിയം പെന്റോക്സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബെൻസീനായി. ഇനി ഇവിടെ നിന്നുള്ള ഈ ഒരു സാധനം മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചത്. എന്തായിരുന്നു? ഗെറ്റർമാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലോജിക്ക് വെച്ച് പറയണം കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങളുടെ ലോജിക്ക് എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. CH3Cl ഈ വർഷം പഠിച്ചേക്കുന്ന 2 റിയാക്ഷൻ ആണ് ബെൻസാൽഡിഹൈഡ് ആക്കണം. എന്ത് ചെയ്യും? ക്ലോറോമീഥേൻ ടു ബെൻസാൽഡിഹൈഡ്. നിങ്ങളുടെ ലോജിക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതിപ്പോ ഞാൻ 11th ഒരെണ്ണം കയറിയാണ്. ഇത് 12th മാത്രമേ ഉള്ളൂ. CH3Cl എനിക്ക് ബെൻസാൽഡിഹൈഡ് ആവാം. 2 സ്റ്റെപ്പ് ഉള്ളൂ. അത്രയും വലിയ സ്റ്റെപ്പ് ഒന്നുമില്ല. നിങ്ങൾ ഈ പഠിച്ച 4 എണ്ണം ഉണ്ടല്ലോ, അവിടെ ഒന്ന് കൊണ്ടുവന്നേ. ഇതിന്റെ ഫ്രണ്ടിലേക്കുള്ളത് എവിടെ ആരൊക്കെ ആവാം അങ്ങനെ ആലോചിക്കും. ഫ്രിഡൽ ക്രാഫ്റ്റ്, വെരി ഗുഡ്. കണ്ടോ? ഓർത്ത് നോക്കാം. ഫ്രിഡൽ ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോളുവിൻ കിട്ടും. ശരിയല്ലേ? ഫ്രിഡൽ ക്രാഫ്റ്റിന് എന്താ ആഡ് ചെയ്യണ്ടേ? ഇതിലേക്ക് എന്താ ആഡ് ചെയ്യണം? ബെൻസീൻ ആഡ് ചെയ്യണം. നിങ്ങൾ നേരെ തിരിച്ചല്ലേ പഠിച്ചേക്കുന്നേ അല്ലേ? ക്ലോറോ മീഥേൻ ട്രീറ്റഡ് വിത്ത് എന്തായിരിക്കും? ബെൻസീൻ ആൻഡ് അൺഹൈഡ്രസ് AlCl3. ഇതിന്റെ ആൻസർ എഴുതുന്നു, ശ്രദ്ധിക്കുക. AlCl3. അപ്പൊ എന്തായി? ടോളുവിൻ. ടോളുവിനിന്ന് നമുക്ക് എന്താവും? എറ്റാഡ്. ടോളുവിൻ എന്തായിരുന്നു? എറ്റാഡ്. ടോളുവിനിന്ന് എന്താ? എറ്റാഡ്. അപ്പോ ഇത് ഗെയിമാണ്. ഇത് രസമാണ് ആക്ച്വലി. ഇത് ഇങ്ങനെ ചെയ്ത് വരും. നമുക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ആക്ച്വലി. കേട്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ എന്ത് പറ്റും? അടുത്ത വഴിയൊക്കെ വരും. കേട്ടോ? ഓർത്ത് നോക്കാം. ഞാനിങ്ങനെ ആലോചിക്കും ഇതല്ലാതെ വേറെ വഴി. അങ്ങനെ കൊണ്ടുപോകണം.
എങ്കിൽ മാത്രമാണ് ഇത് പസിൽ ആൻഡ് ഗെയിം വരിക. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് ആലോചിക്കാൻ കിട്ടണം, ഇതിന്റെ ഒരു ഫ്രണ്ടിലേക്കും. ഇത്രയും നമുക്ക് പറ്റുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്ത് നോക്കുകയാണ്. ആക്ച്വലി മൂവ് ചെയ്ത് നോക്കിയിട്ട് കണ്ടെത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഈ ഇത് വരുമ്പോൾ ഇതിന്റെ തൊട്ട് മുമ്പുള്ള എല്ലാവരും നമുക്ക് കിട്ടണം അല്ലേ. ഇപ്പൊ ടോളുവിനാണ് എന്ന് മൈൻഡിൽ വരുമ്പോഴാണ് ആ ടോളുവിനിലേക്ക് CST എനിക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു വഴിയുണ്ടോ, അങ്ങനെ ആലോചിക്കണേ. മനസ്സിലായോ? ഓർത്ത് നോക്കുക. പിന്നെ എന്താ, അസൈൽ ഹാലൈഡ് ആണ് കിടക്കുന്നത് അപ്പുറത്ത് അല്ലേ. ഓക്കെ, ആ രീതിയിൽ ആലോചിക്കാനായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ഇത് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ പേരുള്ള റിയാക്ഷൻസ് ഓർഡറിൽ കേട്ടോ, ഓർത്ത് നോക്കുക. പറഞ്ഞു അല്ലേ, റോസൻമോണ്ട് മുതൽ ഡാഷ് ടു ഡാഷ് അത്രയും മതി. റോസൻമോണ്ട്, ആൽഡിഹൈഡ്, സ്റ്റീഫൻ, ആൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡ്. വേഗം പറഞ്ഞു. ബെൻസൈൽ ഹാലൈഡ് ടു ഏത്, റോസൻമോണ്ട്. അത് കഴിഞ്ഞാൽ പേരുള്ള റിയാക്ഷൻ എന്തായിരുന്നു? റോസല്ല മൗണ്ടനിലേക്ക് ആരൊക്കെയാ പോയെ? സ്റ്റീഫൻ. കണ്ടോ, ഞാൻ ചോദിച്ചാൽ കിട്ടും മോനെ, അതുകൊണ്ടാ പറഞ്ഞു. സ്റ്റീഫനിൽ എന്തായിരുന്നു? സയനൈഡ് ടു ആൽഡിഹൈഡ്. ആൽഡിഹൈഡ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടത്, വീട്ടിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ പിള്ളേർ പഠിക്കാന്ന് പറഞ്ഞാൽ ഒരെണ്ണം എഴുതും, അത് പഠിച്ചു, അത് കാണാതെ എഴുതി കിട്ടി, ഹായ് സന്തോഷം, അടുത്ത് എഴുതി കിട്ടി, എല്ലാം പഠിച്ചു. അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ന് പഠിച്ച 10 എണ്ണം ആണെങ്കിൽ ഒരുമിച്ച് കിട്ടണം. ഒരെണ്ണം വന്നാൽ ഉറപ്പാണ് അത് തെറ്റിയെന്നാണ് അർത്ഥം. എല്ലാം വീണ്ടും നോക്കേണ്ടി വരും. അങ്ങനെ ഒറ്റയടിക്കേ പഠിക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഒറ്റയ്ക്ക് പഠിക്കുന്ന കപ്പ മറന്നു പോകും. ഓക്കെ, അതുകൊണ്ടാണ് വേം പറഞ്ഞു. റോസൻമോണ്ട്, ഡാഷ് ടു ഡാഷ്. അപ്പുറത്ത് എന്തായിരിക്കും? ബെൻസോയിൽ ക്ലോറൈഡ് ടു, എല്ലാ സ്ഥലത്തും എന്താ, ആൽഡിഹൈഡ്. പഠിക്കാൻ ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. എന്ത് ചോദിച്ചാലും എന്താ, അപ്പുറത്ത് എന്താ, ആൽഡിഹൈഡ്. അത് പറഞ്ഞാൽ മതി അല്ലേ. അപ്പം റിയേജന്റ് മാത്രം പഠിച്ചാൽ പോരെ. എങ്ങനെ പഠിക്കും? ബെൻസോയിൽ ക്ലോറൈഡ്, സയനൈഡ്, അസൈൽ ഹാലെ, ടോളുവിൻ, ബെൻസീൻ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞു. ആൽഡിഹൈഡ്. അടുത്ത സയനൈഡ് ടു ആൽഡിഹൈഡ്. പിന്നെന്താ? അല്ല, അത് നൈട്രൈലായിരുന്നു ഇപ്പൊ കഴിഞ്ഞത്. സ്റ്റീഫൻ കഴിഞ്ഞത് നൈട്രൈലാണ്. തന്നെ സ്റ്റീഫൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, ദെൻ എറ്റാഡ്. എറ്റാഡ് ഓൺ ടോളുവിൻ ടു ആൽഡിഹൈഡ്. ദെൻ ഗട്ടർമാൻ കോച്ച്, ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ് കേട്ടോ. ഒന്നും കൂടി വരും കേട്ടോ. ഓക്കെ, റൗണ്ട് കൂടി വരും. പറഞ്ഞു. എറ്റാഡ്. അതേതായിരുന്നു? ഗട്ടർമാൻ കോച്ച്. കേട്ടോ, ഓർത്ത് നോക്കാം. വേണ്ട, ഞാൻ റാൻഡായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല. ദെൻ ഗട്ടർമാൻ കോച്ച്, ഡാഷ് ടു ഡാഷ്. സ്റ്റീഫൻ. ദെൻ എറ്റാഡ്. ഗട്ടർമാൻ കോച്ച്, സ്റ്റീഫൻ. റോസൻമൗണ്ട് പറഞ്ഞാണ്, റോസൻമൗണ്ട്. ദെൻ നെക്സ്റ്റ് പ്രണവ് കേട്ടോ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. പ്രണവ്, ദേവരൊക്കെ വെയിറ്റ് ചെയ്യാണ്, നിങ്ങൾ ഓൺലൈനിൽ പഠിക്കുന്ന ആൾക്കാരാണോ. എറ്റാഡ്. പറയുന്നുണ്ടെന്ന് തോന്നണോ, ഒരു കേൾക്കുന്നില്ല. മൈക്കിന്റെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ, കുഴപ്പമില്ല. ശ്രീധർ, റോസൻമൗണ്ട്.
Then Ashika, determine coach. ബെൻസാലിക്കേറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എത്തുമ്പോൾ ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ.